വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനുസല്ലി വനുസല്ലിം അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഖാല അല്ലാഹു തആല ഫീ കലാമിഹിൽ അസീസ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. وقال رسول الله صلى الله عليه وسلم ويل لمن لاكها بين لحييه ولم يتفكر فيها ويل لمن لاكها بين لحييه ولم يتفكر فيها. അല്ലാഹു തആല പ്രപഞ്ചത്തിലെ സൃഷ്ടിയെക്കുറിച്ചും രാപ്പകലുകളുടെ മാറ്റങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ലആയാത്തിൽ ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബുദ്ധിയുള്ളവർക്ക് വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ എന്ന് തുടങ്ങുന്ന ആരാണ് ഉലുൽ അൽബാബ് എന്ന് പറയുന്ന വിവരണങ്ങൾ താഴെ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. വൈലുൻ ലിമൻ ലാഖഹ ബൈന ലഹ്യൈഹി. ആര് ഈ ആയത്ത് തൻ്റെ ഉരുവിടുകയും ലാഖഹ ബൈന ലഹ്യൈഹി തൻ്റെ താടിയലുകൾക്കിടയിലൂടെ ഇതിനെ ഉച്ചരിക്കുകയും വലം യതഫക്കർ ഫീഹ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നിട്ടും ഇങ്ങനെയുള്ള ഒരു നാശമുണ്ടാകട്ടെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ വ്യതിയാനങ്ങളെക്കുറിച്ചും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ഗുണപാഠങ്ങളെക്കുറിച്ചും അറിവിനെക്കുറിച്ചും വിജ്ഞാനങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും വിശിഷ്യ ഓരോ പണ്ഡിതൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ ഏറ്റെടുത്തിരുന്നു. അവർ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെക്കുറിച്ച് പഠിക്കുകയും ആ വിജ്ഞാനം മറ്റുള്ളവർക്ക് പകരുകയും ചെയ്തിരുന്നു. മുസ്ലിം നാടുകൾ ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് വന്നിരുന്നു. അങ്ങനെ സയൻസിൻ്റെ എല്ലാ മേഖലകളിലും ഉന്നത നിലവാരത്തിലേക്ക് എത്തിയ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് യൂറോപ്യർ വിജ്ഞാനം നേടിയത്. ഈ യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പിൻകാലത്ത് അവർ ഒരുപാട് ആ രംഗത്ത് മുന്നേറുകയും നമ്മൾ ആ രംഗത്ത് ഒരുപാട് അശ്രദ്ധരാകുകയും ചെയ്തതിൻ്റെ നഷ്ടം ഈ സമുദായത്തിന് തന്നെയാണ്. ഇന്ന് കാണുന്ന ഈ വികസനങ്ങളെല്ലാം അവർ മുസ്ലിം രാജ്യത്ത് പോയി വിജ്ഞാനം നേടി വന്ന് അത് അടിച്ച് പരത്തി വലിച്ച് നീട്ടി ഉണ്ടാക്കിയെടുത്ത വികസനങ്ങളാണ്. പാശ്ചാത്യര് അതിൻ്റെ അസൽ ഇസ്ലാമിൽ നിന്ന് കിട്ടിയതാണ്. ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഏതായാലും പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് പ്രപഞ്ചത്തിൽ നടക്കുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചും പഠിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും ബാധ്യതയാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു രൂപമാണ് അതിൻ്റെ ഒരു ബാലപാഠം എന്ന നിലയിലുള്ള അത്യാവശ്യം ചില കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഇന്ന് ആദ്യമായി പറയുന്നത്. അതിനുശേഷം ഹിലാലും
വസ്തുതകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയും ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശർഈയായ നമസ്കാരം, നോമ്പ്, ഇതുമായി ബന്ധപ്പെട്ട ആരാധനകളുമായി ബന്ധപ്പെട്ട ഗോളശാസ്ത്രപരമായ കുറേ അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട അത്യാവശ്യം ചില കാര്യങ്ങൾ തുടക്കത്തിൽ ഉണർത്തുകയാണ്. ഓരോ പണ്ഡിതനും മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നിങ്ങൾ ഒരുപാട് പേര് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന. എന്നെക്കാളും ഈ വിഷയത്തിൽ അറിയുന്നവർ ഒരുപാടുണ്ട്. എന്നാലും ഏൽപ്പിക്കപ്പെട്ട വിഷയം എന്നുള്ള നിലയിൽ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ആസ്ട്രോണമി, നമ്മുടെ ഈ വിജ്ഞാനത്തെക്കുറിച്ച് ആസ്ട്രോണമി എന്നാണ് പറയുക. മറ്റൊരു പദമുണ്ട് ആസ്ട്രോളജി, ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ആസ്ട്രോണമിയാണ് ഗോളശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്ത് ആസ്ട്രോളജി ഉണ്ട്. ഇത് ഹൈന്ദവ സംസ്കാരപ്രകാരം അവർ അടിസ്ഥാനരഹിതമായി ചില കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുള്ള ജ്യോതിഷമാണ്. അത് വിജ്ഞാനമല്ല. നമ്മൾ സാധാരണഗതിയിൽ ഓരോ വിജ്ഞാനം പറയുമ്പോൾ ആ പേര് പറയുന്ന കൂട്ടത്തിൽ സൈക്കോളജി, ജിയോളജി എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ വിജ്ഞാനങ്ങളാണ്. പക്ഷേ ഈ വിഷയത്തിൽ അനാട്ടമി എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, ആസ്ട്രോണമിയാണ് ഗോളശാസ്ത്രം അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ആസ്ട്രോളജി മറ്റേ അടിസ്ഥാനരഹിതമാണ്, അതൊരു വിജ്ഞാനമല്ല. കുറേ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കുറേ കാര്യങ്ങളാണ്. അതനുസരിച്ചാണ് ഓരോരുത്തർ പിറന്നാൽ ജനിച്ച അവൻ്റെ ജന്മദിനം, അതിൻ്റെ മറ്റേ എന്താണ് ജന്മനക്ഷത്രം കണക്കാക്കുന്നത്. അതിനൊന്നും അടിസ്ഥാനമൊന്നുമില്ല. ഉള്ള വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ജന്മനക്ഷത്രം എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രം സൂര്യനും ചന്ദ്രനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, ഒരാൾ ജനിച്ചു എന്ന് വിചാരിച്ച് അതിന് പ്രത്യേകതയൊന്നുമില്ല. ഉമ്മയുടെ ഗർഭത്തിലുണ്ടായിരുന്നു പോലും ആ കുഞ്ഞ് ആ നക്ഷത്രത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കുറേ രശ്മികൾ ശരീരത്തിലേക്ക് വരും. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ മാത്രം വരുന്നതല്ല, ജനിക്കാത്ത നമ്മളെപ്പോലുള്ള ആളുകളും ആ സമയത്ത് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ നക്ഷത്രത്തിനും ഈ കുഞ്ഞിനുമായി യാതൊരു ബന്ധവും ശാസ്ത്രീയമായി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള രണ്ട് സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. ഒന്ന് ജിയോസെൻട്രിക് തിയറി, ഭൂകേന്ദ്ര സിദ്ധാന്തം, നളരിയത്തു മർക്കസിയത്തിൽ അർള്, പഴയ കാലത്തുള്ള ഒരു സിദ്ധാന്തമായിരുന്നു അത്. ജിയോസെൻട്രിക് തിയറി, ഭൂകേന്ദ്ര സിദ്ധാന്തം എന്നാണ് അതിന് പറയുക. ഭൂകേന്ദ്ര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള സങ്കല്പമാണത്. ഭൂമിയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. അതിൻ്റെ ചുറ്റും ഇതര നക്ഷത്രങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി നിശ്ചലമാണ് ഏകദേശം. ഓരോ സൂര്യൻ കറങ്ങുന്നു, ചന്ദ്രൻ കറങ്ങുന്നു, യുറാനസ് കറങ്ങുന്നു, നെപ്റ്റ്യൂൺ, ഇങ്ങനെ ഓരോന്നും കറങ്ങുകയാണ്. ഇങ്ങനെ സങ്കല്പിച്ച ഒരു സവാള മുറിച്ചതുപോലുള്ള ഒരു സങ്കല്പമാണ് വാസ്തവത്തിൽ അതിനകത്തുള്ളത്. സെൻറ്ററിൽ ഭൂമി, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു റൗണ്ടിൽ ചന്ദ്രൻ, അതിൻ്റെ അപ്പുറത്ത് സെൻറ്റർ, അതിൻ്റെ അപ്പുറത്ത് അടുത്ത സർക്കിളിൽ വേറൊരു ഗ്രഹം. ഇങ്ങനെ സങ്കല്പിച്ച് ഒരു സവാള വട്ടം മുറിച്ചാൽ കുറേ സർക്കിൾ നമുക്ക് കിട്ടുമല്ലോ. അതുപോലത്തെ ഒരു സങ്കല്പമായിരുന്നു ജിയോസെൻട്രിക് തിയറി എന്ന് പറയുന്ന ഭൂകേന്ദ്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതിനകത്ത് മറ്റേ ഇത് നമ്മൾ സങ്കല്പിക്കുന്ന അതിൻ്റെ ഒരു രൂപമാണ് അല്ലേ. എർത്താണ് നടുക്കുള്ളത്, തൊട്ടടുത്ത് മൂണുണ്ട്, മെർക്കുറി, പിന്നെ വീനസ്, മാർസ്, സണ്ണ്. അപ്പം ഈ സങ്കല്പത്തിൽ മൂണും എന്താണ്, അത് ഭൂമിയുടെ ഒരു ഉപഗ്രഹമല്ല, അത് ഗ്രഹമായിട്ടാണ് പണ്ട് കാലത്ത് കണക്കാക്കിയിരുന്നത്. സപ്തനക്ഷത്രങ്ങൾ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരുന്നത്. മനസ്സിലായില്ല? ഇക്കാര്യത്തിൽ മറ്റേ അവസാനം വരുന്ന ഇതില്ല, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഒന്നും ഇതിനകത്തില്ല. യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഈ സങ്കല്പത്തിലില്ല. ഇതിന് സപ്തനക്ഷത്രങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത്. സപ്തം എന്ന് പറഞ്ഞാൽ 7ആണ്. സബാത്ത് 7, 7 എന്ന് പറയുന്ന സപ്തനക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ അന്ന് സൂര്യൻ ഒരു നക്ഷത്രമാണ്. അത് എല്ലാത്തിൻ്റെയും സൗരയൂഥത്തിൻ്റെ സെൻറ്ററൊന്നുമല്ല. അങ്ങനത്തെ ഒരു സങ്കല്പമാണ് അക്കാലത്ത് കോപ്പർനിക്കൻ്റെ നേരത്തെ ഉണ്ടായിരുന്നത്. ടോളമിയുടെ കാലത്ത് അദ്ദേഹം സങ്കല്പിച്ചിരുന്ന 1170 AD ഈജിപ്തിൽ ജീവിച്ചിരുന്ന, അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്കിയൻ തത്വചിന്തകനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു സങ്കല്പമാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. രണ്ടാമത്തത് ഹീലിയോസെൻട്രിക് തിയറി, രവികേന്ദ്ര സിദ്ധാന്തം അല്ലെങ്കിൽ സൂര്യകേന്ദ്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ വാസ്തവത്തിൽ നിലവിലുള്ളത്. ഈ സിദ്ധാന്ത പ്രകാരം സൂര്യൻ സെൻട്രൽ ആണ്, എല്ലാത്തിനും മധ്യത്തിലാണ്. ഇതെല്ലാം സൗരയൂഥങ്ങളാണ്, സൂര്യൻ്റെ കൂടെയുള്ള സൂര്യൻ്റെ കുടുംബങ്ങളാണ്.
സൂര്യൻ എവിടെ പോയാലും ഇതെല്ലാം പോകും. ഒരു കാറിൽ സഞ്ചരിക്കുന്ന ഒരു കുടുംബം പോലെ സൂര്യൻ ഇങ്ങനെ വിശാലമായി വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ്, വലിയൊരു നക്ഷത്രം. ഇതെവിടെ പോകുന്നു, അതിൻ്റെ ആ കറക്കത്തോടുകൂടെ കംപ്ലീറ്റ് നക്ഷത്രങ്ങളും ഇതിൻ്റെ കൂടെയുള്ള ഉപഗ്രഹങ്ങളും അതിൻ്റെ കൂടെ പോകും എന്ന സങ്കല്പമാണിത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ സിദ്ധാന്തം പഴയ കാലത്ത് കോപ്പർനിക്കസിൻ്റെ മറ്റേ ടോളമിയുടെ കാലത്തുണ്ടായിരുന്ന ഈ സങ്കല്പത്തിൽ നിന്നും പിന്നീട് ഹീലിയോസെൻട്രിക് തിയറി, രവികേന്ദ്ര സിദ്ധാന്തത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അതിനെ അറിയപ്പെടുന്നത് കോപ്പർനിക്കിയൻ സിദ്ധാന്തം എന്നാണ്. നളറിയത്ത് ബത്തുലുമൂസ്, നളറിയത്ത് കോപ്പർനിക്കസ് എന്നാണ് അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ഈ രവികേന്ദ്ര സിദ്ധാന്തം സൂര്യനാണ് എല്ലാത്തിൻ്റെയും സെൻട്രൽ ഉള്ളത്, കേന്ദ്രത്തിലുള്ളതെന്നും ബാക്കിയെല്ലാം ഗ്രഹങ്ങളാണെന്നും സൂര്യനെ ചുറ്റുമുള്ളതാണെന്നും ഒക്കെ കണ്ടുപിടിച്ചത് വാസ്തവത്തിൽ കോപ്പർനിക്കസ് അല്ല. ഇത് കണ്ടുപിടിച്ചത് അബു ഇസ്ഹാഖ് ഇബ്രാഹിം ബിൻ യഹ്യ അസ്സുർഖാലിയാണ്. AD 1029 1100 ജീവിച്ചു മരിച്ചുപോയ സുർഖാലിയാണ് വാസ്തവത്തിൽ ഇത് ആദ്യമായി നിരീക്ഷിച്ച ആൾ. അതിനുശേഷം പിന്നീട് ഇബ്നു ഷാത്തിർ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനും, അദ്ദേഹം 1304 1375 ജീവിച്ചു മരിച്ച ആളാണ് ഇബ്നു ഷാത്തിർ. അബുൽ ഹസൻ അലാഉദ്ദീൻ അൽ അൻസാരി അദ്ദിമഷ്കി എന്ന് പറയുന്ന ആൾ. ഹിജറ 704 777 ജീവിച്ചു മരിച്ചുപോയ അദ്ദേഹമാണ്. അദ്ദേഹം സുർഖാലി പറഞ്ഞ ഈ അഭിപ്രായത്തെ വളരെ ശക്തമായി ഇത് തന്നെയാണ് ശരി എന്ന് സിദ്ധാന്തിക്കുകയും അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആളുകൾ പഴയ സിദ്ധാന്തത്തിൽ നിന്നും മാറാതെ ജിയോസെൻട്രിക് തിയറിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. അതിനുശേഷമാണ് കോപ്പർനിക്കസ് വരുന്നത്. കോപ്പർനിക്കസ് വന്നതോടുകൂടെ അദ്ദേഹം ഈ സിദ്ധാന്തം ഏറ്റെടുത്തു, ഇത് പ്രചരിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു ഇതാണ് ശരി എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം എന്ന് നമ്മളാണ് പേര് കൊടുക്കുന്നത്. കോപ്പർനിക്കസ് അവകാശപ്പെട്ടിട്ടുള്ളത് ഞാനാ പറഞ്ഞതെന്ന്. കോപ്പർനിക്കസ് പറഞ്ഞു ഇത് സുർഖാലിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ എടുത്തതാണ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും ഇത് കോപ്പർനിക്കിയൻ സിദ്ധാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇതാണ് ഇന്ന് ലോകത്ത് ശരിയായ ഒരു തത്വമായി കണക്കാക്കപ്പെടുന്നതും സ്വീകരിച്ചു പോരുന്നതും. ഗലീലിയോ വന്നതോടുകൂടെ ഇതിന് കൂടുതൽ പ്രശസ്തി കിട്ടി. ഇത് മറ്റേ ജിയോസെൻട്രിക് തിയറി, ഭൂകേന്ദ്ര സിദ്ധാന്തം എന്ന തത്വത്തെ ജനങ്ങൾ തള്ളുകയും ഈ രവികേന്ദ്ര സിദ്ധാന്തത്തെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. ആദ്യമായി ടെലസ്കോപ്പ് ഉണ്ടാക്കിയ ആളാണ് ഗലീലിയോ. അദ്ദേഹം ഈ ടെലസ്കോപ്പിലൂടെയുള്ള നിരീക്ഷണത്തിലൂടെ, ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലൂടെ ഈ തത്വങ്ങൾ വളരെ കൃത്യമാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ബോധിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. ഈ സിദ്ധാന്തത്തിലേക്ക് നയിക്കുന്നത് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ സൗരയൂഥമുള്ളത് എന്നാണ് തത്വം. ഒരു സങ്കല്പമാണ്. ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിന് രണ്ട് വശമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് ശാസ്ത്ര സത്യങ്ങൾ, വേറൊന്ന് ശാസ്ത്ര നിഗമനങ്ങൾ. ശാസ്ത്ര സത്യം, വെള്ളത്തിൽ നമുക്ക് കറണ്ട് എടുക്കാൻ പറ്റും, ബൾബ് കത്തുന്നു, ഫാൻ കറങ്ങുന്നു, ശാസ്ത്ര സത്യമാണ്. ശാസ്ത്രത്തിൻ്റെ നിഗമനം ഇങ്ങനെ ബിഗ് ബാങ് തിയറിയിലൂടെയാണ് പ്രപഞ്ചം മുഴുവനും ഉണ്ടായത്, സൂര്യൻ 15 കോടി കിലോമീറ്റർ ഭൂമിയിൽ നിന്നും അകന്നതാണ് എന്നൊക്കെ ഏകദേശം ഒരു സങ്കല്പമാണിത്. കുറേ ശാസ്ത്രം കുറേ വളർന്നു കഴിഞ്ഞ് ശാസ്ത്രം പറയുകയാണ് 15 കോടിയല്ല 30 കോടിയുണ്ട് എന്ന് പറഞ്ഞാലും നമ്മളൊന്നും അംഗീകരിക്കും. ഇപ്പം ശാസ്ത്രത്തിന് വാസ്തവത്തിൽ ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ അതെല്ലാം 100% പക്കയാണ് എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നത് അബദ്ധമാണ്. ശാസ്ത്രത്തിന് നിഗമനങ്ങളുണ്ട്. ഗോളശാസ്ത്രപരമായുള്ള മിക്കവാറും കാര്യങ്ങളൊക്കെ നിഗമനങ്ങളാണ്, ശാസ്ത്ര സത്യങ്ങളല്ല. അപ്പം ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ഇതൊരു അണുവായിരുന്നു. അണു ഒരു പ്രത്യേക ഊഷ്മാവിൽ എത്തുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അങ്ങനെ പൊട്ടിത്തെറിച്ചാണ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് എന്നതാണ് വാസ്തവത്തിൽ ബിഗ് ബാങ് തിയറിയിലൂടെ പറയുന്നത്. പണ്ഡിതന്മാർ ഈ തിയറിക്ക് ഈ ആയത്ത് അവലം മെറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ എന്ന ആയത്ത് ഇതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്
എന്ന് പറയുന്നുണ്ട്. ഭൂമിയും ആകാശമൊക്കെ ഒന്നായിരുന്നു. അതായത് ഈ ഭൂമി എല്ലാം ഒന്നായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം സൂര്യനായി മാറി, ഒരെണ്ണം ചന്ദ്രനായി മാറി, ഒരെണ്ണം ഭൂമിയായിട്ട് മറ്റൊന്നായിട്ട് മാറി. ഭൂമി എങ്ങനെയാണ്? അതെന്താണ്? ഒരെണ്ണം കത്തിജ്വലിക്കുന്ന ഭീമാകാരനായ സൂര്യനായും മറ്റൊന്ന് ജനവാസയോഗ്യമായ വെള്ളവും തണുപ്പും പ്രകൃതി വ്യത്യാസങ്ങളും വരുന്ന ഭൂമിയായിട്ട് മാറിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവരൊരു തണുപ്പൻ മറുപടിയാണ് പറയുന്നത്. അത് സൂര്യനെ പോലെ തന്നെ ആയിരുന്നു ഓലാക്കിയത്. പക്ഷേ അതിൻ്റെ ഉപരിതലം തണുത്ത് കിട്ടുകയാണ് ചെയ്തത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. തണുത്തുപോയി, പ്രതലം തണുത്തു. എങ്ങനെ തണുത്തു എന്ന് ചോദിക്കരുത്. അല്ലാഹു തആല പറയുന്നു, അള്ളാഹു ആകാശത്തെ വേറെ സൃഷ്ടിച്ചു, ഭൂമി വേറെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ശരി, രണ്ടും ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധമൊന്നുമില്ല. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് കാനത്താ റത്ഖൻ, ചേർന്നിരുന്നു എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. അള്ളാഹു തആല പറയുന്നത് തന്നെയാണ്. അങ്ങനെ ഒരാൾ സങ്കല്പിക്കുന്നെങ്കിലേ കുഴപ്പമൊന്നുമില്ല. തന്നെയല്ല, ഇത് അള്ളാഹു തആല ആകാശത്തെ വികസിപ്പിക്കുന്നു എന്നുണ്ട്. എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. ഡോക്ടർ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചൊരു തത്വമാണ്, ഈ ഭൂമിയും പ്രപഞ്ചവും ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഒരു നിശ്ചിതാവസ്ഥയിൽ നിന്നാൽ ഭൂമിക്ക് നിലനിൽപ്പില്ല, പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. ഒന്നുകിൽ അത് വികസിക്കണം, അല്ലെങ്കിൽ ചുരുങ്ങണം. ഈ രണ്ടവസ്ഥയിലെ ഭൂമിക്ക് പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് ഡോക്ടർ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഒരു തത്വമാണ്. അപ്പൊ അല്ലാഹു തആല പറയുന്നത് നോക്കുക, ഡോക്ടർ ഐൻസ്റ്റീൻ കണ്ടുപിടിക്കുന്ന ഒരു പടച്ചോൻ പറഞ്ഞു, ഇത് വികസിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, സയൻസ് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നിശ്ചിത ദൂരത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണിത്. അല്ലാഹു തആല പറയുന്ന സബാ സമാവാത്തിൻ വമിനൽ അർളി മിസ്ലഹുന്ന ഖലഖ സബാ സമാവാത്തിൻ വമിനൽ അർളി മിസ്ലഹുന്ന. 7 ആകാശങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ഏതാണ്ട് അതുപോലെ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. 7 ആകാശത്തെ സൃഷ്ടിച്ചു, 7 ഭൂമി. അതിന് മുഫസ്സിരിങ്ങൾ പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നുണ്ട്, നമുക്കറിയാൻ പറ്റും. 7 തട്ടുകളാണ്, 7 ഭൂഖണ്ഡങ്ങളാണ്. അത് നേരത്തെ ഇങ്ങനെ വികസിച്ച് ഒരുമിച്ചിരുന്നു. പിന്നെ ഭൂഖണ്ഡങ്ങളായി കാലക്രമേണ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അതിങ്ങനെ വികസിച്ച് പല ഭാഗത്തായിട്ട് മാറിയിട്ട് ഓരോ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായതാണ്. അങ്ങനെ 7 എണ്ണമായതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമില്ല. പക്ഷേ 7 ഭൂമി എന്ന് പറയുന്നത് ഇന്ന് ഭൂസമാനമായ ഒരുപാട് ഗ്രഹങ്ങൾ ഈ സൂര്യൻ്റെ അടുത്ത് തന്നെ ഉസ്റത്തെ ശംസിയായിൽ തന്നെ ഒരുപാട് ഭൂസമാനമായ ഗ്രഹങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യന് വസിക്കാൻ പറ്റും, താമസിക്കാൻ പറ്റുന്ന ഒരുപാട് ഗ്രഹങ്ങൾ ഭൂസമാനമായ ഇന്ന് മനുഷ്യൻ താമസിക്കുന്ന ഈ ഭൂമിയേക്കാൾ മനുഷ്യ ജീവിതത്തെ നിലനിർത്താൻ കൂടുതൽ അനുയോജ്യമായത് വരെയുള്ള ഗ്രഹങ്ങളെ ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒമിനൽ അർളി മിസ്ലഹുന്നാക്ക് അങ്ങനെ തന്നെ ഇത്കാറിൻ്റെ കാര്യത്തിലാണ്, ഹെക്കാമിൻ്റെ കാര്യത്തിലാണ് എന്നൊക്കെ തഫ്സീർ ഉണ്ടെങ്കിലും വേണമെങ്കിൽ അങ്ങനെയും തഫ്സീർ വരുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ മുഫസ്സിരിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബുഹ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഖൈലി ബിഗാലി ഹമീറക അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലാത്ത പലതും അല്ലാഹു തആല ഇനി സൃഷ്ടിക്കും. ചില മുഫസ്സിരികൾ പറയുന്നുണ്ട് വാഹന സൗകര്യങ്ങളാണ്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഖൈലും ബിഗാലും ഹമീറും ഉള്ളൂ. ഇനി മോട്ടോർ ബൈക്ക് വരുന്നുണ്ട്, കാറ് വരുന്നുണ്ട്, ട്രെയിൻ വരുന്നുണ്ട്, ഹെലികോപ്റ്റർ വരുന്നുണ്ട്, ഫ്ലൈറ്റ് വരുന്നുണ്ട്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരുപാട് വാഹന സൗകര്യങ്ങൾ, ഇന്ന് കാണുന്ന ഈ വാഹന സൗകര്യമല്ലാത്ത വേറെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന നിലയിൽ അല്ലാഹു തആല പറഞ്ഞതിനെ ചില മുഫസ്സിരിങ്ങൾ അങ്ങനെ തഫ്സീർ ചെയ്യും. ചിലർ പറഞ്ഞു യഖ്ലുഖു മാ ലാ തഅലമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിന്ന് അറിയില്ലാത്ത, നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആളുകളാണ്, നിങ്ങൾ ഈ സൗരകേന്ദ്രത്തിൻ്റെ സൂര്യകുടുംബത്തിൻ്റെ ആളുകളാണ്, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. യഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലാത്ത, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരുപാട് പ്രപഞ്ചങ്ങളെ അല്ലാഹു തആല വേറെയും സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോലെ സൃഷ്ടികൾ അവിടെ ഉണ്ടാകാം, നിങ്ങളെപ്പോലെ ജീവജാലങ്ങൾ അവിടെ ഉണ്ടാകാം, നിങ്ങളെപ്പോലെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ടാകാം എന്നും മുഫസ്സിരീങ്ങൾ ഇതിന് തഫ്സീർ പറഞ്ഞു.
അത്ര പ്രബലമായ തഫ്സീർ അല്ലെങ്കിലും അങ്ങനെയും ചില മുഫസ്സിരിങ്ങൾ ഇതൊരു തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജീവൻ തേടിയുള്ള യാത്ര ശാസ്ത്രജ്ഞന്മാരുടെ അല്ലേ, ഇപ്പോൾ അവിടെ ജീവനുണ്ടോ, ചൊവ്വയിൽ പോയി നോക്കി ജീവന് നിലനിൽപ്പുണ്ടോ, അല്ലെങ്കിൽ വേറെ അപ്പുറത്ത് പോയി നോക്കി ജീവന് നിലനിൽക്കാൻ കഴിയുമോ എന്നൊക്കെ, പിന്നെ ജീവൻ എന്നത്തേക്കുമാക്കി ആക്കാൻ പറ്റുമോ, ഞാൻ മരിക്കാതിരിക്കാൻ എന്തെങ്കിലും മരുന്ന് കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചിട്ടാണ് യാത്ര. ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കുമെങ്കിൽ അവിടുന്ന് പോയി അവർ ഉപയോഗിക്കുന്ന നമ്മളെക്കാൾ മുമ്പ് അവർ ഒരുപാട് ശാസ്ത്രീയമായി, ശബ്ദം ബുദ്ധിമുട്ടുണ്ടോ, കേൾക്കുന്നുണ്ടോ, നമ്മളെക്കാൾ ഒരുപാട് ശാസ്ത്രീയമായ ഒരു പുരോഗമിച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി അവസാനം നമ്മൾ കണ്ടെത്താത്ത മരുന്നുകൾ, മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ അവർ കണ്ടുപിടിച്ച് അവരെക്കാലത്തേക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും മരുന്നൊക്കെ അവർക്ക് കൊടുത്തിട്ട് ആ ഇഞ്ചക്ഷൻ ഓരോന്നും അടിച്ചിട്ട് നമുക്കിവിടെ ജീവിക്കാം എക്കാലത്തെയും മരണമില്ലാതെ. ഇതൊക്കെ നമ്മുടെ ശാസ്ത്രലോകത്തിൻ്റെ സ്വപ്നങ്ങളാണ്. ഒരുപാട് അങ്ങനെയുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ജീവജാലങ്ങളുണ്ടോ, മനുഷ്യ വാസയോഗ്യമായ ഗ്രഹങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. വാസ്തവത്തിൽ ഖുർആനും തഫ്സീറിൻ്റെ പണ്ഡിതന്മാരും ഇത്തരത്തിലുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ഒരു തത്വമാണ്. ആ തത്വത്തിൽ ഈ ഗാലക്സികൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു താല നിലനിർത്തിയിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് തത്വങ്ങളുണ്ട്, ജിയോസെൻട്രിക് തിയറി, ഹീലിയോസെൻട്രിക് തിയറി. ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറഞ്ഞാൽ ഇന്ന് നിലനിൽക്കുന്നതാണ്, രവികേന്ദ്ര സിദ്ധാന്തമാണ്. ബിഗ് ബാങ് തിയറി വഴിയാണ് അത് കടന്നു വന്നത്. അതിന് അംഗീകാരം മുസ്ലിം പണ്ഡിതന്മാരാണ് വാസ്തവത്തിൽ രണ്ടാമത്തെ ഈ നവരത്തെ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തം വാസ്തവത്തിൽ കണ്ടെത്തിയത്. രണ്ട് മുസ്ലിം പണ്ഡിതന്മാരാണ് അതിന് അടിത്തറവാകിയതും ആ സിദ്ധാന്തം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതും. അവസാനം കോപ്പർനിക്കസ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് അത് എഴുതി ചേർക്കപ്പെടുകയാണ് ചെയ്തത്. രണ്ടാമത്തെ അത്യാവശ്യം ചില കാര്യങ്ങൾ നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടും ഇബാദത്തുമായി ബന്ധപ്പെട്ടും അത്യാവശ്യം ചില ദവായിറുകളെക്കുറിച്ചും ചില ഹത്തുകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ഒന്ന്, മുഅദ്ദുലുൻ നഹാർ എന്ന് പറയുന്ന ഒരു രേഖ. ഈ ഭൂമിയിൽ ആകാശത്ത് നമ്മൾ സങ്കല്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് മുഅദ്ദുലുൻ നഹാർ. ഹത്തു ഇസ്തിവാഇ സമാ എന്നാണ് അതിന് വേറൊരു പേര് വരുന്നത്. മുഅദ്ദുലുൻ നഹാർ, ഹത്തു ഇസ്തിവാഇ സമാ. വാസ്തവത്തിൽ അത് നമ്മൾ ഗ്ലോബ് ഇങ്ങനെ പിടിച്ചാൽ, ഗ്ലോബ് വാസ്തവത്തിൽ ചരിഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ചരിവ് കാണിക്കാൻ വേണ്ടിയാണ് ചരിഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഗ്ലോബ് ഇങ്ങനെയാണ് വേണ്ടത്. ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. ഇതാണ് നമ്മുടെ ഹത്തുൽ ഇസ്തിവ, ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. നടുക്ക് കാണുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഭൂമധ്യരേഖയുടെ നേരെ മുകളിലായി ആകാശത്ത് സങ്കല്പിക്കപ്പെടുന്ന ഒരു രേഖയാണ് മുഅദ്ദുലുൻ നഹാർ. ആകാശത്ത് സങ്കല്പിക്കപ്പെടുന്നത് മസ്കത്തുൽ ഹജറിലാണ്. അതായത് മുഅദ്ദുലുൻ നഹാറിൽ നിന്ന് ഒരു കല്ലിങ്ങനെ ഇട്ട എവിടെ ഒന്ന് വീഴും? ഹത്തു ഇസ്തിവായിൽ അറിൽ വന്നു വീഴും, ഭൂമധ്യരേഖയിൽ വന്നു വീഴും അത്രേ. ആ നിലയിൽ നേരെ മുകളിൽ ആകാശത്ത് സങ്കല്പിക്കപ്പെടുന്ന ഒരു രേഖയാണ് മുഅദ്ദുലുൻ നഹാർ എന്ന് പറയുന്ന രേഖ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആകാശരേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് മുഅദ്ദുലുൻ നഹാർ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വേറെ ഹുത്തൂത്തുകളൊക്കെ, വേറെ ദവായിറുകളും മറ്റുമൊക്കെ ഇതിനകത്ത് വരുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ മൈലെടുക്കുന്നത്. അതായത് നമ്മുടെ എന്താണ് അക്ഷാംശ രേഖ എടുക്കുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ ഭൂപടത്തിലെടുക്കുമ്പോൾ ഇത്ര ഡിഗ്രി അക്ഷാംശം, ഇത്ര ഡിഗ്രി രേഖാംശത്തിലാണ് ഇന്ന രാജ്യം കിടക്കുന്നത്, ഇന്ന പ്രദേശം കിടക്കുന്നത്, മഞ്ചേരി കിടക്കുന്നത്, ആലുവ കിടക്കുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് കിടക്കുന്നത് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന രേഖയാണ് മുഅദ്ദുലുൻ നഹാറിൻ്റെ താഴെയുള്ള മുഅദ്ദുലുൻ നഹാർ. ആകാശത്ത് നോക്കുമ്പോൾ മുഅദ്ദുലുൻ നഹാർ എന്ന് പറയും, ഭൂമി എന്ന് പറയുമ്പോൾ ഹത്തുൽ ഇസ്തിവാ, ഭൂമധ്യരേഖ എന്ന് പറയും. ഇതിൽ നിന്നാണ് നമ്മൾ ഈ അക്ഷാംശം കണക്കാക്കുന്നത്. ഇവിടുന്ന് 90 ഡിഗ്രി നോർത്ത് അക്ഷാംശം, ഇത് വടക്കാണെന്ന് നമ്മൾ സങ്കല്പിക്കുക, നോർത്ത് അക്ഷാംശം. ഇത് സൗത്ത് അക്ഷാംശം. വടക്കോട്ട് 90 ഡിഗ്രി, തെക്കോട്ട് 90 ഡിഗ്രി. ഇത് കണക്കാക്കാൻ എടുക്കുന്നത് ഈ ഹത്തുൽ ഇസ്തിവായിലാണ്. അതായത് മുഅദ്ദുലുൻ നഹാറാണ്. ആകാശത്ത് നടുക്കുകൂടി സഞ്ചരിച്ച് പോകുന്ന ഒരു രേഖ. അതിൻ്റെ അങ്ങേ അറ്റത്ത് നോർത്ത് പോളും ഇങ്ങേ അറ്റത്ത് സൗത്ത് പോളും ഉണ്ടാവും. ഹത്തു ഇസ്തിവായിലാറുള്ളത് ഭൂമധ്യരേഖയുടെ നോർത്തും സൗത്തും ഇത് തന്നെയാണ്, വ്യത്യാസമില്ല. കാരണം നേരെ മുകളിലാണല്ലോ ഇതുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട രേഖയാണ്. ഇതിൻ്റെ രേഖയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബാക്കി രേഖകൾ എന്ത് ചെയ്യുന്നത്, സങ്കല്പിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു രേഖ മിന്തക്കത്തുൽ ബുറൂജ്. ഇതിന് നമ്മൾ സെലിസ്റ്റിയൽ എക്വേറ്റർ എന്നാണ് പറയുന്നത്. ആകാശ മധ്യരേഖ, ഖമധ്യരേഖ എന്ന് മലയാളത്തിൽ പറയും. സെലിസ്റ്റിയൽ എക്വേറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അറബിയിലെ മുഅദ്ദുലുൻ നഹാർ. മുഅദ്ദുലുൻ നഹാർ എന്നതിന് പേര് പറയാൻ കാരണമുണ്ട്.
ഈ പ്രദേശത്ത് ഈ ഹത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും രാവും പകലും കൃത്യസമയം 12 മണിക്കൂറായിരിക്കും. 12 മണിക്കൂർ പകൽ, 12 മണിക്കൂർ രാത്രി. നമ്മളവിടെ വ്യത്യാസപ്പെടുന്നുണ്ടല്ലോ. മഗ്‌രിബ് കയറി ഇറങ്ങിയൊക്കെ വരും. 6 മുതൽ 7 വരെയൊക്കെ ഉള്ള സമയത്ത് മഗ്‌രിബ് കയറി ഇറങ്ങി വരും. ളുഹർ അതുപോലെ 12 മുതൽ 1 മണി വരെ വരും. നമ്മുടെ നാട്ടിൽ 1 മണിക്കൂറത്തെ വ്യത്യാസം മിക്കവാറും കാണുന്നുള്ളൂ. അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണും. 21 മണിക്കൂർ പകലും 3 മണിക്കൂർ രാത്രി. നേരെ ബിൽ അക്സ് 21 മണിക്കൂർ രാത്രിയും 3 മണിക്കൂർ പകലും. ഇങ്ങനെ വരുന്ന പ്രദേശങ്ങൾ ലണ്ടനിലും മറ്റുമൊക്കെ 55 ഡിഗ്രിയിലാണ് ലണ്ടൻ കിടക്കുന്നത്. ആ പ്രദേശത്തൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ റമദാൻ കാലത്ത് 21 മണിക്കൂർ നോമ്പ് പിടിക്കേണ്ടി വരും. ഒരു പകല് 21 മണിക്കൂറാവും സമയത്ത് 21 മണിക്കൂർ നോമ്പ് പിടിക്കണം. രാത്രി 3 മണിക്കൂർ നോമ്പ് തുറക്കാനും മഗ്‌രിബ് നിസ്കരിക്കാനും ഇശാ നിസ്കരിക്കാനും അത്താഴം കഴിക്കാനും സുബഹി നിസ്കരിക്കാനും സമയം ഉണ്ടാവുള്ളൂ. പള്ളിയിൽ പോയാൽ മഗ്‌രിബിന് പോയാൽ തറാവീഹ് കഴിഞ്ഞ് വരിക. തറാവീഹ് ചെറുതാക്കിയിട്ട് നിസ്കരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ നീട്ടി പിടിച്ചൊന്നും ഓതാനൊന്നും ഈ മണിക്കൂറിൽ കഴിഞ്ഞെന്ന് വരില്ല. 3 മണിക്കൂർ. നേരെ ബിൽ അക്സ് വരുമ്പോൾ 3 മണിക്കൂർ നോമ്പ് പിടിച്ചാൽ മതി. അപ്പോൾ അവിടെ നിന്നുള്ള ഒരാൾ ചോദിച്ച്, ഉസ്താദേ ഈ സ്ത്രീകളൊക്കെ അവർ നോമ്പ് ഖളായി പോകുന്നത് ഈ സമയത്ത് പിടിച്ചു വിട്ടു. ഒരു വർഷത്തിൽ ഇങ്ങനെ മാറി വരുമല്ലോ, 6 മാസം കഴിയുമ്പോൾ ചേഞ്ച് വരുമല്ലോ. അപ്പോൾ അവർ 21 മണിക്കൂർ അന്ന് ഖളായി പോയ നോമ്പ് ഈ 3 മണിക്കൂർ കൊണ്ട് പിടിച്ചു കിട്ടിയാൽ ശരിയാകുമോ എന്നൊരു മസല ചോദിച്ചിട്ടുണ്ടായി. മസല ജവാബ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മുഅദ്ദിൽ നഹാർ എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് ഇതര രേഖകൾ, ഇതര വൃത്തങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 23.5 ഡിഗ്രി മാറി അടുത്തൊരു രേഖയുണ്ട്, സൊഡിയാക്ക്, രാശിചക്രം എന്ന് പറയുന്ന ഒരു രേഖ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. ഇതിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. സൂര്യൻ അതിൻ്റെ വാർഷിക ചലനം ഇങ്ങനെ പോകുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ 2 സ്ഥലത്ത് ഇതിനെ കട്ട് ചെയ്യുന്നത് 23.5 ഡിഗ്രി തെക്കോട്ടും 23.5 ഡിഗ്രി വടക്കോട്ടും മാറിയിട്ട് കട്ട് ചെയ്ത് ചരിഞ്ഞിങ്ങനെ പോകുന്ന ഒരു ആകാശവൃത്തമാണ് സൊഡിയാക്ക് അല്ലെങ്കിൽ മിന്തക്കത്തുൽ ബുറൂജ്, രാശിചക്രം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു രേഖ. 23 ഡിഗ്രി ഇതിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ഇതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് തണുപ്പും ചിലപ്പോൾ ചൂടും ഒക്കെ കൂടുകയും കുറയുകയും ചെയ്യാനുള്ള കാരണം. നമ്മൾ ഏതാണ്ട് കേരളം കിടക്കുന്നത് ഒരു 8 മുതൽ 12 വരെയുള്ള ഡിഗ്രിയിലാണ് കേരളം കിടക്കുന്നത്. ആലുവയൊക്കെ 10 ഡിഗ്രിയിലാണ്. ഇവിടെ കോഴിക്കോട് എനിക്ക് തോന്നുന്നു 11 ഡിഗ്രി 12 ഡിഗ്രി വരുമെന്ന് തോന്നുന്നുണ്ട്. 11 ഡിഗ്രി വരും. 8 മുതൽ ഏതാണ്ട് തിരുവനന്തപുരം 8, 8.5 കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ അത്ര ഡിഗ്രിയിലാണ് തിരുവനന്തപുരം കിടക്കുന്നത്. മനസ്സിലായില്ലേ? കാസർഗോഡ് വരുമ്പോൾ ഏതാണ്ട് 12 ഡിഗ്രി ഏറ്റവും വരുമെന്ന് തോന്നുന്നു. ഇത്തരം ഇടയിലാണ് കേരളം കിടക്കുന്നത്. മുഅദ്ദിൽ നഹാറിൽ നിന്നും അതായത് ഖത്തുൽ ഇസ്തിവായിൽ നിന്നും 8 മുതൽ 10 10 നമുക്ക് വേണമെങ്കിൽ മധ്യ കേരളത്തിൻ്റെ ഒരളവ് സങ്കല്പിക്കാം. അപ്പോൾ 10 ഡിഗ്രി മാറിയാണ് നമ്മളിവിടെ കിടക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ മധ്യരേഖയിലായിരിക്കുമ്പോഴും നമുക്ക് കൃത്യമായി രാപ്പകലുകൾ ഉണ്ടാകില്ല. സൂര്യൻ നമ്മുടെ മുകളിൽ വരുമ്പോൾ, അതായത് ഇപ്പോൾ സൂര്യൻ 10 ഡിഗ്രി വടക്കോട്ട് ചരിയുമ്പോഴാണ് നമുക്ക് ഉച്ചയും പകലും രാത്രിയും ഏതാണ്ട് കൃത്യമായിട്ട് വരുന്ന സമയങ്ങളാണ്. അങ്ങോട്ട് പോകുമ്പോഴും ചായ 10 ഡിഗ്രി ഇവിടെ കിടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഡിസംബർ 21, 22 ആവുമ്പോൾ ഇങ്ങനെ അറ്റത്തോട്ടായിരിക്കും. 23.5 ഡിഗ്രി തെക്കോട്ട് സൂര്യൻ വരും. അപ്പോൾ 23.5 സൂര്യൻ മുഅദ്ദിൽ നഹാറിൽ നിന്നും ഖത്തുൽ ഇസ്തിവായിൽ നിന്നും ചരിഞ്ഞ് കിടക്കുന്നു. 10 ഡിഗ്രി നമ്മൾ മാറി കിടക്കുന്നു. അപ്പോൾ എത്രയായി? 23, 10, 33.5 ഡിഗ്രി തണുപ്പ് കാലത്ത് ഡിസംബറിൽ നമ്മളിൽ നിന്ന് സൂര്യൻ അകന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിസംബറിൽ സൂര്യൻ്റെ അഭാവം, സൂര്യൻ്റെ അകൽച്ച നമുക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് തണുപ്പുണ്ടാകുന്നത്. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ വീണ്ടും അങ്ങോട്ടാണ്, കാശ്മീറൊക്കെ ഒരുപാട് അങ്ങോട്ടാണ്. അപ്പോൾ ഈ 23.5 ഡിഗ്രിയും അവിടെ 23-ന് അപ്പുറത്തുള്ള ഡിഗ്രിയിലാണ് ഈ പ്രദേശങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് തണുപ്പ് സൂര്യൻ്റെ ഈ അകൽച്ച കൊണ്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് സൂര്യൻ്റെ ഈ രാശിചക്രം എന്ന ഈ വൃത്തത്തിലൂടെയാണ് സൂര്യൻ കടന്നു പോകുന്നത് എന്നതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പറയാനുണ്ട്. എന്നാൽ തൽക്കാലം ചെറിയ വിശദീകരണങ്ങൾ നിർത്തുകയാണ്. അതിലാണ് നമ്മൾ കാണുന്ന, നമ്മൾ പറയുന്ന ഈ രാശികളൊക്കെ ഉള്ളത്. നമ്മുടെ ഹംല്, സൗറ, ജൗസ, അസദ്, സുംബുല എന്നൊക്കെ പറയുന്ന ഈ രാശികൾ ഈ ഇതിലാണുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ രാശിചക്രം എന്ന് നമ്മൾ പറയാറുള്ളത്. സൂര്യൻ്റെ സഞ്ചാര പഥമാണത്. അടുത്തത് അതിൻ്റെ ഇതിൽ വന്നിരിക്കുന്ന സൊഡിയാക്കിൻ്റെ മറ്റേ ഇതുണ്ട്. ചക്രവാളങ്ങളാണ് അതിലുള്ള രാശികളാണ് നമ്മൾ കണ്ടത്. രാശികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് രാശിയുടെ ഒരു രൂപമാണിത്. രാശികൾ എന്ന് പറഞ്ഞാൽ കുറേ നക്ഷത്രങ്ങൾ
നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ്. നമ്മൾ അതിനകത്ത് അസദ് എന്ന് പറഞ്ഞാൽ കുറെ നക്ഷത്രം ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ നോക്കിയപ്പോൾ ഈ പോയിന്റുകളെ, നക്ഷത്രങ്ങളാണ് ഓരോന്നും, അതിനെ പരസ്പരം ഇങ്ങനെ ബന്ധിക്കുമ്പോൾ ഒരു സിംഹത്തിന്റെ രൂപം അവർക്ക് തോന്നി. അതുകൊണ്ട് ആ ഭാഗത്തെ, അതായത് ഒരു ലാൻഡ് മാർക്ക് വേണമല്ലോ, ആകാശത്തൊരു ലാൻഡ് മാർക്ക് വേണം. ഇതിനു വേണ്ടി ചെയ്തൊരു ഒരു പണിയാണ് ആ ഭാഗത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി, മാർക്ക് ചെയ്യാൻ വേണ്ടി അസദ്, ബുർജുൽ അസദ് എന്ന് പറഞ്ഞ് അസദിനെ പോലെ ഈ ഡോട്ടുകൾ തോന്നിയ ആ ഭാഗത്തെ ഡോട്ടുകളിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു അസദ് ഇങ്ങനെ ചാടാൻ നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് അസദ് എന്ന് പേര് കൊടുത്തത്. ഹംല് എന്ന് പറയുമ്പോൾ ആട്ടിൻകുട്ടി എന്നാണ് അർത്ഥം. ആ ഡോട്ടുകൾ ഇങ്ങനെ നക്ഷത്രങ്ങളെ ഡോട്ട് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ പോലെ തോന്നിയത് കൊണ്ട് അതിന് ഹംൽ എന്ന് പറഞ്ഞു. സൗർ കാള, മീനം, ഹൂത്ത്, മീനം പോലെ ഇങ്ങനെ തോന്നിയതാണ്. അത്രേ ഉള്ളൂ. ഇതുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആസ്ട്രോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം പ്രത്യേക അർത്ഥം കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒരു ലാൻഡ് മാർക്കിന് വേണ്ടി മാത്രം പറഞ്ഞ, ലാൻഡ് അല്ല സ്കൈ മാർക്കിന് വേണ്ടി പറഞ്ഞ ഒരു കാര്യം മാത്രമാണിത്. ഇതിന് അസതുമായിട്ടോ അതിൻ്റെ സ്വഭാവമായിട്ടോ യാതൊരു ബന്ധവും ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ അന്നുണ്ടായിരുന്നില്ല, പിന്നീട് സങ്കല്പിക്കപ്പെട്ടതാണ്. അടുത്ത ഒരു ചക്രം, അതായത് ദായിറ, ഉഫുക്ക, ചക്രവാള വൃത്തം എന്ന് പറയും. ചക്രവാള വൃത്തം എന്ന് പറയുന്നത് ശരിക്കും ഉദയവും അസ്തമയവും ഉണ്ടാകുന്നത് സൂര്യൻ ഈ ചക്രവാളത്തിൻ്റെ മുകളിൽ വരും, ചക്രവാള രേഖയുടെ മുകളിൽ വരുമ്പോൾ ഉദയവും ചക്രവാള രേഖയുടെ അപ്പുറത്ത് പോകുമ്പോൾ, വൃത്തത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അസ്തമയവും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ഒരാൾ താമസിക്കുന്നു വിചാരിക്കാം, അദ്ദേഹത്തിൻ്റെ ഉഫുക്ക് ഇവിടെ നിന്ന് 90 ഡിഗ്രി ഇങ്ങോട്ടും എല്ലാ ഭാഗത്തോട്ടും 90 ഡിഗ്രി കണക്കാക്കിയിട്ടുള്ള സങ്കല്പിക്കപ്പെടുന്ന ഒരു വൃത്തമാണ് വാസ്തവത്തിൽ ഉഫുക്ക്. ഹൊറിസൺ എന്ന് പറയും. അർത്ഥം എന്താ പറയുന്നത്? ചക്രവാള വൃത്തം. ചക്രവാള വൃത്തം എന്ന് പറയുന്ന ഇത് ഒരാൾ സങ്കല്പിക്കുന്ന, നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്നും 90 ഡിഗ്രി എല്ലാ ഭാഗത്തേക്കും കണക്കാക്കിയാൽ വരുന്ന ഒരു ഭാഗം. അതായത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെ അല്ലെങ്കിൽ ആകാശത്തെ 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യപ്പെടും. ഒന്ന് മുകളിലുള്ള പകുതി ഭാഗം, ഒന്ന് താഴെയുള്ള പകുതി ഭാഗം. മുകളിലുള്ള പകുതി ഭാഗത്തായിരിക്കുമല്ലോ അയാൾ നിൽക്കുക. അപ്പോൾ ഉഫുക്ക് ഇങ്ങനെ ഒരുപാടുണ്ടാകാം. ഒരാൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇയാളുടെ 90 ഡിഗ്രി കണക്കാക്കിയിട്ട് ഉഫുക്ക് സങ്കല്പിക്കും. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കണക്കാക്കിയിട്ട് ഉഫുക്ക് സംഭവിക്കും. കാരണം അയാൾക്ക് അസ്തമയം ഉദയം വരുന്നത് ഈ ഉഫുക്കിൻ്റെ മുകളിൽ സൂര്യൻ വരുമ്പോഴാണ്. അയാളെ സംബന്ധിച്ചോളം അസ്തമയം വരുന്നത് ആ ഉഫുക്കിൻ്റെ മുകളിൽ നിന്ന് സൂര്യൻ താഴെ പോകുമ്പോഴാണ്. അപ്പോൾ ഉഫുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു, നമസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വൃത്തമാണ്. ഇനി വേറൊന്ന് ദായറത്തു നിസ്ഫ് നഹാറാണ്. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിഖി മസായിലുകൾ കിതാബിൽ വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനെ രേഖകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. ഇനി വേറൊന്ന് ദായറത്തു നിസ്ഫ് നഹാർ എന്ന് പറയുന്ന ഒരു ദായറ. ദായറത്തു നിസ്ഫ് നഹാർ എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ നിൽക്കുന്ന നിൽപ്പിൽ അയാളുടെ ശിരോബിന്ദു, പാദബിന്ദു, ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയിട്ട് ആകാശത്തൊരു ബിന്ദു കണക്കാക്കും, താഴോട്ട് പോയിട്ട് ഒരു ബിന്ദു കണക്കാക്കും. എന്നിട്ട് നോർത്ത് പോളും സൗത്ത് പോളും ഇതിലൂടെ ഈ ശിരോബിന്ദു, പാദബിന്ദു, പിന്നെ നോർത്ത് ബിന്ദു, നോർത്ത് പോള്, സൗത്ത് പോള്, ഇത് വഴിയുള്ള ഒരു വൃത്തം ഇങ്ങനെ സങ്കല്പിക്കപ്പെടും. ദായറത്തു നിസ്ഫി നഹാർ. ഇയാളുടെ നേരെ മുകളിലായിരിക്കും അത്. മനസ്സിലായില്ലേ? ദായറത്തു നിസ്ഫി നഹാർ. ഈ ദായറത്തു നിസ്ഫി നഹാർ കടക്കുമ്പോഴാണ് സവാൽ ഉണ്ടാകുന്നത്. സൂര്യൻ ദായറത്തു നിസ്ഫി നഹാർ കടക്കുമ്പോഴാണ് സവാൽ ഉണ്ടാകുന്നത്. അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും കൂടെ കൂട്ടിക്കൊണ്ടൊരു ഹത്ത് വരക്കും. ഇതിനാണ് ഹത്തു സവാൽ എന്ന് നമ്മൾ പറയുന്നത്. ആളുടെ തലയും കാലിൻ്റെ പാദബിന്ദു കൂട്ടി നോർത്ത് പോളും സൗത്ത് പോളും കൂട്ടിയിട്ട് ഒരു ഹത്ത് ഇങ്ങനെ വരച്ചാൽ ആ ഹത്തു സവാലാണ്. അവിടെ നിന്ന് സൂര്യൻ കടന്നു പോകുമ്പോൾ സവാലായി. അവിടെ വന്നിട്ടില്ലെങ്കിൽ സവാലായില്ല. ലോഹർ നിസ്കരിക്കുന്നത് ഈ സമയം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് മിഡ് ഡേ സർക്കിൾ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഉച്ചവൃത്തം എന്ന് മലയാളത്തിൽ പറയും. ജനിത്ത്, നമ്മുടെ സംത്ത് എന്ന് പറയുന്ന വാക്കാണ് വാസ്തവത്തിൽ ജനിത്ത് എന്ന ഇംഗ്ലീഷ്, അതായത് ശിരോബിന്ദു എന്ന വാസ്തവത്തിൽ. നാദിർ എന്ന് പറയുന്ന നെലീർ എന്ന അറബി വാക്കിൽ നിന്നാണ് നാദിർ വന്നിട്ടുള്ളത്. ഖത്തുത്തൂൽ, ഗ്രീനിച്ച് രേഖ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഗ്രീനിച്ച് രേഖ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്നും അറിയില്ലെങ്കിലും മിക്കവാറും ഗ്രീനിച്ച് രേഖ എല്ലാവർക്കും അറിയാം. ഗ്രീനിച്ച് എന്ന് പറയുന്നത് ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് 0 ഡിഗ്രി രേഖാംശമായി കണക്കാക്കി അതിൻ്റെ ഇരുവശങ്ങളിൽ കിഴക്കും പടിഞ്ഞാറും ആക്കി നിശ്ചയിക്കുന്ന രേഖയാണ് ഗ്രീനിച്ച്.
ഗ്രീനിഷ് എന്ന് പറയുന്ന ലണ്ടനിലെ ഒരു പ്രദേശം. ആ പ്രദേശത്തെ കണക്കാക്കിയിട്ട് ഒരു വൃത്തം ഇങ്ങനെ കണക്കാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വൃത്തം കണക്കാക്കും. അപ്പൊ ആ വൃത്തത്തിൽ നിന്നും ആ വൃത്തം 0 ഡിഗ്രിയാണ്. അതിൽ നിന്നാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള അളവെടുക്കുന്നത്. ഏതിൻ്റെ? രേഖാംശത്തിന്റെ അളവ്, ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ അളവെടുക്കുന്നത് അതിൽ നിന്നാണ്. ഒരു രാജ്യത്തിന്റെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കിട്ടിയാൽ രാജ്യം എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ലോങ്ങിറ്റ്യൂഡ് കണക്കാക്കാൻ വേണ്ടി 1884 ഇങ്ങനെ ഒരു പ്രൈം മെറീഡിയൻ ഗ്രീനിഷ് മീൻ GMT എന്ന ഒരു പരിപാടി അവിടെ നിന്ന് തുടങ്ങിയത്. ലോകം മുഴുവനും അംഗീകരിച്ച ഒരു കാര്യമാണിത്. 1884 മുമ്പും ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഗ്രീനിച്ചിലല്ല എന്ന് മാത്രം. അത് അൽ ജസായുറുൽ ഖാലിദാത്ത് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. മുസ്ലിമീങ്ങളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ആ സ്ഥലത്ത് അൽ ജസായുറുൽ ഖാലിദാത്ത് എന്നായിരുന്നു എൻ്റെ പേര് തുടക്കത്തിൽ. അപ്പൊ കിതാബിൽ പറയുന്നുണ്ട്, ജസായുറുൽ ഖാലിദാത്ത് എന്ന് പറയുന്ന ആ പ്രദേശം ഫസാറത്തിൽ യൗമ മഗ്മൂറൻ ബിൽ മാ, വെള്ളത്തിനടിയിലേക്ക് കടൽ എടുത്തു. ഖാലിദാത്ത് എന്ന് പേരിട്ടുകൊണ്ടാണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഖുദൂദ് ഒന്നിനുമില്ലല്ലോ, അള്ളാഹ്ക്ക് മാത്രമല്ലോ ഖുലൂദുള്ളത്. അക്കദബുൽ അസ്മായി ഖാലിദ്, അസ്തഖുൽ അസ്മായി ഹമ്മാമ്, അക്കദബുഹ ഖാലിദ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജസായുറുൽ ഖാലിദാത്ത് എന്ന് ആരോ അതിന് പേരിട്ടു. അള്ളാഹു താല അതിനെ കടലെടുത്ത് ഇല്ലാതാക്കി കളഞ്ഞു. അത് കഴിഞ്ഞ് കങ്ക്ദസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ പറഞ്ഞ ഗ്രീനിച്ചിന് പകരം ഉണ്ടായിരുന്ന രേഖ സങ്കല്പിച്ചിരുന്നത്. പക്ഷേ ലണ്ടനിലേക്ക് അവിടെ ഉണ്ടായിരുന്ന നിരീക്ഷണ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. എന്താണ്, റസ്ദിന്റെ ഒരു പ്രദേശം, ആകാശ നിരീക്ഷണ കേന്ദ്രം ഉണ്ടായിരുന്നു. ആ കേന്ദ്രത്തെ ബിന്ദുവാക്കിയിട്ടാണ് വാസ്തവത്തിൽ ഈ ഇത് വെച്ചിട്ടുള്ളത്, ഗ്രീനിച്ച് രേഖ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കിഴക്കോട്ട് 180 ഡിഗ്രി, പടിഞ്ഞാട്ട് 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ പറയും ഗ്രീനിച്ച് കിഴക്ക് ഭാഗത്ത് ഇത്ര ഡിഗ്രി, ഗ്രീനിച്ചിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത്ര ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു ലാൻഡ് മാർക്ക് വാസ്തവത്തിൽ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് ഖത്തു സമനി ദൗലി എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനരേഖ അല്ലെങ്കിൽ ദിനാങ്ക രേഖ എന്ന് പറയുന്ന അടുത്തൊരു രേഖ വരുന്നത്. അത് ഈ ശരിക്കും പറഞ്ഞാൽ ഗ്രീനിച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഗ്രീനിച്ച് രേഖയുടെ ഇതിനകത്ത് വരുമ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് അതിങ്ങനെ വരുന്നത്. പടത്തിൽ കാണാൻ പറ്റും. ഇതാണ് അന്തർദേശീയ ദിനരേഖ എന്ന് പറയുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഗ്രീനിച്ച് രേഖയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഗ്രീനിച്ച് രേഖയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത്തിഫാഖൻ അത് വന്നിരിക്കുന്നത്. അത് ഗ്രീനിച്ചിൽ നിന്ന് 180 ഡിഗ്രി അളന്ന് ഒരു പോയിന്റ് ഇട്ടാൽ അത് ഇന്റർനാഷണൽ ദിനരേഖയാണ്. എന്തിനാണ് ഇന്റർനാഷണൽ ദിനരേഖ? അവിടെ നിന്നാണ് ദിവസം ആരംഭിക്കുന്നത്. സൂര്യൻ അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ആ ദിനരേഖയുടെ അപ്പുറത്തുള്ളവർക്ക് ശനിയും ഇപ്പുറത്തുള്ളവർക്ക് ഞായറുമാണ്. അപ്പുറത്തുള്ളവർക്ക് 9-ാം തീയതി ആണെങ്കിൽ ഇപ്പുറത്തുള്ളവർക്ക് 10-ാം തീയതിയാണ്. അവിടെ നിന്നാണ് ഒരു പോയിന്റ് വേണമല്ലോ, ദിവസം ആരംഭിക്കുന്നതിന് ഒരു പോയിന്റ് വേണ്ടേ. അങ്ങനെ ഒരു പോയിന്റ് അവർ തീരുമാനിച്ചതാണ്. ഒരു സംശയം അതിനകത്ത് വരാം, എന്തുകൊണ്ടാണ് ഈ രേഖ വളഞ്ഞു കിടക്കുന്നത്? ഗ്രീനിച്ച് രേഖ നേരെയാണ്, പക്ഷെ ഈ രേഖ വളഞ്ഞാണ് കിടക്കുന്നത്. വളഞ്ഞു കിടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശങ്ങൾ ഉദാഹരണമായിട്ട് ആ നേരെ വരുന്നതിനിടയിൽ ആ വളഞ്ഞു കിടക്കുന്ന ആ പ്രദേശത്ത് ഒരു കാര്യം, ഈ ഒരു നാടിൻ്റെ നടുക്കൂടി പോകരുത്. ഒരു നാടിൻ്റെ നടുക്കൂടെ പോയാൽ ആ നാട് തന്നെ കേരളത്തിൻ്റെ നടുക്കൂടെ പോവുകയാണെങ്കിൽ കേരളത്തിൽ മലപ്പുറത്ത് ചൊവ്വാഴ്ചയും എറണാകുളത്ത് ബുധനാഴ്ച ആകേണ്ടി വരും. മനസ്സിലായില്ലേ? ഇത് ഒഴിവാക്കാൻ വേണ്ടി ആ പ്രദേശങ്ങളെ കട്ട് ചെയ്ത് അങ്ങോട്ടാക്കി. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു പണി ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്തിന് വളവിൽ കാണുന്ന ഈ പ്രദേശത്ത് ഉദാഹരണത്തിന് ഇവിടെയാണ് വരുന്നതെങ്കിൽ ആ ദ്വീപുകൾ പരസ്പരം ഒരേ ദിനമായി ആചരിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ലക്ഷദ്വീപും കേരളമൊക്കെ പോലെ. അപ്പം ആ പ്രദേശങ്ങളെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റില്ല. ആ എല്ലാത്തിനെയും കൂടെ ചൊവ്വാഴ്ച ആയിട്ട് ആചരിക്കുന്ന എല്ലാ പ്രദേശവും കൂടെ ഇപ്പുറത്താക്കിയിട്ട് കട്ട് ചെയ്ത് നേരെ അങ്ങ് പോകുന്നത്. വലിയ വളവൊക്കെ ഉണ്ട് അതിനകത്ത് കുറേ ഇപ്പുറത്തോട്ട് വരുമ്പോൾ. അങ്ങനെ ഒരു ദിനം തുടങ്ങുന്നതിന് വേണ്ടിയല്ല. ദിനരേഖയെക്കുറിച്ചുള്ള ചർച്ച നമ്മുടെ അടുത്ത വിഷയത്തിലും ഇൻഷാ അല്ലാഹ് ചെറിയ നിലയിൽ വരുന്നുണ്ട്, മസല ചർച്ച ചെയ്യാന്നുള്ളതിൽ. അങ്ങനെ ഒന്നാണ് ഇന്റർനാഷണൽ ദിനരേഖ. ഞാൻ പറഞ്ഞില്ലേ, ഈ രേഖക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകൾക്ക് ചൊവ്വ, കിഴക്കുള്ള ഭാഗത്ത് ബുധൻ, ഇങ്ങനെ വ്യത്യാസമായിരിക്കും ഉണ്ടാകുക. പിന്നെ മിന്തക്കത്തു സമനിയ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അതായത് എന്ത് ചെയ്തു,
ഈ സോണുകൾ 15 മണിക്കൂറിനെ വെച്ചിട്ട് 24 മണിക്കൂറുള്ളതിന് 360 ഓരോ ഇത് വെച്ചിട്ട് ഓരോ സോണുകൾ തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട്. അതെ, 1 മണിക്കൂർ വെച്ചിട്ട് 15 ഡിഗ്രിക്കാണ് 1 മണിക്കൂർ. അപ്പം അങ്ങനെ 24 സോണുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ടൈം സോൺ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ 5 ടൈം സോണുകളുണ്ട്, വലിയ രാഷ്ട്രമാണ്. റഷ്യയിൽ എത്ര ഉണ്ട്? 8 എണ്ണം ഉണ്ട്. സായില്ലേ, നമ്മുടെ ടൈം സോണ് ഒരെണ്ണം മാത്രമാണ്. ഒരു ടൈം സോണാണ് നമുക്കുള്ളത്. ഇന്ത്യൻ ടൈം ഇന്ത്യയിൽ എല്ലായിടത്തും ഇപ്പം 3 മണിയാണെങ്കിൽ 3 മണി, 5 മണിയാണെങ്കിൽ 5 മണി. അമേരിക്കയിൽ അങ്ങനെയല്ല, ഒരു പ്രദേശത്ത് ഇന്ന പ്രദേശത്ത് ഒരു ടൈം, അത് കഴിഞ്ഞ് അപ്പുറത്ത് വേറൊരു ടൈം. റഷ്യയിലും അങ്ങനെ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ 83.5 ഡിഗ്രിയിലുള്ള ഒരു പ്രദേശത്തെ വെച്ചിട്ടാണ് നമ്മുടെ ടൈം സോൺ തീരുമാനിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, അലഹാബാദിലെ മിർസാപൂർ കേന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശം 82.30 അല്ലെങ്കിൽ 82.5, അതായത് ഗ്രീനിച്ച് രേഖയിൽ നിന്നും 82.5 ഡിഗ്രി കിഴക്കോട്ട് അളന്ന് കിട്ടുന്ന 82 ഡിഗ്രിയിൽ അതാണ് നമ്മുടെ ടൈം സോൺ. ടൈം സോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും കൂടെ മനസ്സിലാക്കാം. വാസ്തവത്തിൽ ഇതാണ് ഓരോ ദിവസവും സവാൽ ഉണ്ടാകുന്നത് ഏത് ടൈമിനാണ് എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് ലോകം മുഴുവനും അതാണ്. ഉദാഹരണം, ഇവിടെ 12:05 സവാൽ ഉണ്ടാകുന്നതെന്ന് തീരുമാനിച്ചാൽ ഓരോ രാജ്യത്തും 12:05 തന്നെ ആയിരിക്കും സവാൽ സംഭവിക്കുക. നമ്മുടെ 12:05 എവിടെ? അത് ഈ മിർസാപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഹക്കീക്കിയായ നിലയിൽ സവാല് ഉണ്ടാകുന്ന സമയം ഇന്ത്യയിലെ 12:05 തീരുമാനിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? മിർസാപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഹക്കീക്കിയായ സവാല്, നമ്മുടെ ഒരു കൊള്ളി ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നിഴൽ അപ്പുറത്തോട്ട് പോകുന്ന സമയം, അതാണല്ലോ സവാൽ എന്ന് പറയുന്നത്. ഈ ഹക്കീക്കിയായ സവാൽ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അന്നത്തെ ദിവസം സവാല് തീരുമാനിച്ചിരിക്കുന്ന 12:05 12:30 ഇന്ത്യ മുഴുവൻ 12:30 മണി എന്ന് തീരുമാനിക്കും. ഇന്ത്യ മുഴുവൻ ടൈം മാത്രം 12, സവാലല്ല. അത് കഴിഞ്ഞ് നമ്മൾ 76-ലും 75-ലും ഒക്കെയാണ് നമ്മുടെ കേരളം കിടക്കുന്നത്. അത് കഴിഞ്ഞ് സൂര്യൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി കുറേ ടൈം എടുക്കും. അത് കഴിഞ്ഞാണ് നമുക്ക് ഇത് ചെയ്യുന്നത്, സവാലുണ്ടാകുന്നത്. അപ്പോൾ ആ സോണ് കണക്ക് കൂട്ടിയിട്ട് എത്ര വ്യത്യാസമുണ്ട് എന്ന് കണക്ക് കൂട്ടിയിട്ട് നമ്മുടെ സവാല് 12:05 മിർസാപൂരിൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മളിങ്ങോട്ട് ഒരു 40 മിനിറ്റ് കൂടെ കൂട്ടിയിട്ട് 12:45 നമ്മുടെ നാട്ടിൽ സവാൽ ഉണ്ടാവും എന്ന് കണക്കാക്കും. അത് നമ്മുടെ ഇത് കണക്കാക്കിയിട്ടാണ്, ഏത് രേഖാംശത്തിൻ്റെ അളവ് കണക്കാക്കിയിട്ടാണ്. രേഖാംശം എത്ര ഡിഗ്രി മാറിയാണ് മിർസാപൂറും നമ്മുടെ മഞ്ചേരിയും കിടക്കുന്നത് നോക്കിയിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം 12:05 കൂട്ടിക്കൊടുക്കും. അപ്പോഴാണ് നമ്മുടെ സവാൽ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ആ രൂപത്തിലാണ് ചെയ്യുന്നത്. 1905 ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. വാസ്തവത്തിൽ നമ്മുടെ നാട് ഒരുപാട് 2 മണിക്കൂറോളം വ്യത്യാസം വരുന്ന പ്രദേശമാണ് നമ്മുടെ നാട്. അതുകൊണ്ട് 2 സോണോ 3 സോണോ ഒക്കെ നമ്മുടെ നാടിന് വാസ്തവത്തിൽ ആവശ്യമുള്ളതാണ്. അടുത്തൊരു വിഷയത്തിലേക്ക്. അപ്പോൾ അത്യാവശ്യമായ ദവായിറുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മുഹദ്ദിൽ നഹാർ, അത് മധ്യത്തിലുള്ളത്, ബിന്ദക്കത്തുൽ ബുർജു 23 ഡിഗ്രി ഉള്ളത് മാറിക്കിടക്കുന്നത്, പിന്നെ ഉഫുക്ക് ഉദയവും അസ്തമയവും സംഭവിക്കുന്നത്, പിന്നെ നിസ്ഫു നഹാർ, അതായത് ശിരോബിന്ദു പാദബിന്ദുവിലൂടെ പോകുന്ന വേറൊരു വൃത്തം, പിന്നെ ഗ്രീനിച്ച് രേഖ, പിന്നെ ഇൻ്റർനാഷണൽ ഡേറ്റിലെ പിറദർശനം വിവാദമാകുമ്പോൾ കർമ്മശാസ്ത്രത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഉള്ളതുപോലെ, അല്ലെങ്കിൽ അധിക വിഷയങ്ങളിലും ഉള്ളതുപോലെ, ചെറിയ നിലയിലുള്ള ഇഖ്തിലാഫ് പിറ എങ്ങനെ സ്ഥിരീകരിക്കണം, നിശ്ചയിക്കണം എന്ന വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാളിന്നേ വരെ നമ്മൾ ആ വ്യത്യാസം പ്രകടമായിരുന്നില്ല, അതൊരു വിവാദമായി ഉയർത്തപ്പെടുന്നില്ല.
ഈ അടുത്ത കാലമായിട്ടാണ് അത്തരത്തിലുള്ളൊരു വിവാദമായി ഇതിനെ ഉയർത്തപ്പെടുകയും വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള അമലുകളും വന്നു തുടങ്ങിയത്. കുറേ ആൾക്കാർ നോമ്പ് 29-ന് പെരുന്നാൾ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ 30-ന് പെരുന്നാൾ നിസ്കരിക്കുന്നു, ഷാബാൻ 30-ൻ്റെ അന്ന് നോമ്പ് പിടിക്കുന്നു. ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ കുറേ നാളുകളായിട്ട് കാണാൻ തുടങ്ങിയ ഒരു ദുരവസ്ഥയാണ് വാസ്തവത്തിലുള്ളത്. പ്രധാനമായിട്ടുള്ള വിവാദം അത് തന്നെയാണ്. എന്താണ് ഇതിനകത്ത് അവർ പറയുന്നത്, എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നൊരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30. എല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്. വേറെ റിവായത്തിൽ, വ്യത്യസ്ത റിവായത്ത് പറയുന്നത്, ഫഇദാ റഅയ്തുമുഹു ഫഅഫ്തിറു, നോമ്പ് നിലാവ് കണ്ടാൽ നിങ്ങൾ നോമ്പ് തുടങ്ങുക, നിലാവ് കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക. ഫൈൻ ഉമ്മ അലൈക്കും, നിലാവ് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഫസൂമു 30 യൗമ, മുസ്ലിമിൻ്റെ റിവായത്താണ്. അതുപോലെ വേറെ റിവായത്ത് കൊണ്ട് സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി ഫൈൻ ഉമ്മി അലൈക്കും ഫഅക്മിലുൽ അദദ. ഇങ്ങനെ അനേക റിവായത്തുകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നോമ്പ് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ മാസം എങ്ങനെ ആരംഭിക്കണം എന്നതിന് 2 നിർദ്ദേശങ്ങളാണ് വാസ്തവത്തിൽ ഇതിനകത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുള്ളത്. ഒന്ന്, പിറ കാണുക. രണ്ടാമത്തെ, പിറ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ 30 പൂർത്തിയാക്കുക. ലാ സാലിസ ലഹുമ. മൂന്നാമതൊരു രീതി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ചിലർ പറയുന്ന അങ്ങനെയല്ല, നമ്മൾ കണക്ക് കൂട്ടിയിട്ട് മാസം നിശ്ചയിക്കണം. പിറ കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ പിറ കാണാൻ നബി തങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല, സഹാബാക്കൾ പിറ നോക്കിയിരുന്നില്ല, തങ്ങൾ കണക്ക് കൂട്ടിയിട്ടാണ് പിറ നിശ്ചയിച്ചത് എന്നതിന് തെളിവുകളുണ്ട് എന്നൊക്കെ പലരും പലതും പറയാറുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. റുയത്ത്, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി. ഇപ്പം ഈ ഹിജ്റ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കൗമാണ് വാസ്തവത്തിൽ ഈ വിവാദം പൊക്കിക്കൊണ്ടുവന്നത്. ജനാബ് അലി മണിക് ഫാൻ എന്ന് പറയുന്ന ഇതിന് നേതൃത്വം കൊടുത്ത അതിൻ്റെ ഒരു നേതാവുണ്ട്. അദ്ദേഹമായിട്ട് ഒരുപാട് പ്രാവശ്യം സംവാദങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. 4-5 പ്രാവശ്യം സംവാദം നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു മുഖദ്ദിമയായിട്ട് ഞാൻ പറയുകയാണ്, ഒരു പ്രാവശ്യം പോലും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്, ചോദിക്കപ്പെട്ടിട്ടുണ്ട്, മറുപടി ഇല്ല. ഈ അടുത്ത കുറച്ചാളും മുമ്പ്, ഒരു 7-8 വർഷമായി, പെരുമ്പാവൂര് അദ്ദേഹം ഒരു പരിപാടി നടത്തി. നമുക്ക് മനസ്സിലാക്കണമല്ലോ, അലി മണിക് ഫാൻ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണല്ലോ. വലിയ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ. ഒരു വ്യക്തിയെ പരാമർശിക്കുന്നത് നല്ലതല്ലെങ്കിലും നമുക്കൊരു പ്രസ്ഥാനത്തെ എടുത്തു ധരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ആൾക്കാർ നിർബന്ധിച്ചു ചെല്ലണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, മൂപ്പരോട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, അതൊന്നും മറുപടി ഒന്നും കിട്ടുന്നില്ല, എന്നെ കാണുമ്പോൾ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ മൂപ്പർക്കൊരു വിഷമം തോന്നും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ നിർബന്ധിച്ചു. അവസാനം ഞങ്ങൾ പോയി, ഞാനും അബ്ദുൽ ഫാർസാം കൂടെ പോയിരുന്നു. ഒരാൾ നിർബന്ധിച്ച ഒരാൾ നമുക്ക് ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് കൊണ്ടുപോയി. അവിടെ പോയിട്ട് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചു. 3 ചോദ്യങ്ങൾ, മുമ്പ് 1.5 മണിക്കൂർ വിഷയാവതരണം നടത്തി. 3 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ഒരുപാട് പേര് ചോദിച്ചു എൻ്റെ കൂട്ടി. അദ്ദേഹം ബാക്കിയുള്ളവരെയൊക്കെ അതാണ്ടൊക്കെ മറുപടി പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. പാവം, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. ഒരു ഏപ്പിക്കാരൻ മുസ്ലിയാരോടുണ്ട്. അപ്പോൾ അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞ എല്ലാത്തിനും ഞാൻ മറുപടി പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു പണി, ചോദ്യം ഒന്ന് ആവർത്തിക്കുക, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞു, 3 എണ്ണം ഇല്ല, ഒരു ചോദ്യം ചോദിക്കാം, അതിന് മറുപടി പറഞ്ഞിട്ട് അടുത്ത് സായല്ലേ. അപ്പോൾ മൂപ്പരെന്താ പറഞ്ഞത്, ആ വിഷയാവതരണത്തിൽ മൂപ്പര് പറഞ്ഞൊരു കാര്യമുണ്ട്. റുയത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ പറയുന്ന പോലെ കണ്ണുകൊണ്ട് കാണലില്ല. റുയത്തുകൾ ഒരുപാടുണ്ട്, സായല്ലേ. അതിനൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു എന്നർത്ഥം കൊടുക്കുമെങ്കിൽ ഇതിനും കൊടുത്തോ, അതിന് കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ ഇതിനും കൊടുക്കാൻ പറ്റൂല എന്നൊരു വാദത്തിലേക്കായി. ആ മൂപ്പര് അതിന് മുന്നോട്ട് വെച്ചത് ഇതാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറ, താങ്കൾ കണ്ടോ, കണ്ണുകൊണ്ട് കണ്ടു എന്നാണോ ചോദിച്ചത്? ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. കണ്ണുകൊണ്ടാണോ കണ്ടത്? ഇനി വേറെ ഒരുപാട് റാകളും ഇറകളും ഒക്കെ ഉണ്ടാവും.
ഇതിനൊന്നും കണ്ണുകൊണ്ട് കണ്ടു എന്നർത്ഥമല്ല കൊടുക്കുന്നത്. പിന്നെന്തിനാ നിങ്ങൾ സൂമുലു യത്തിഹിക്ക് മാത്രം നിങ്ങൾ കണ്ടുകൊണ്ട് കാണുക എന്നർത്ഥം കൊടുക്കുന്നത്? ഇതായിരുന്നു അതിൻ്റെ വാദം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, റുയത്ത് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഈ ഫിയല് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പദത്തിന് ഒരു നിശ്ചിത അർത്ഥമല്ല അറബി ഭാഷയിലുള്ളത്. ഏതൊരു ഭാഷയിലും അങ്ങനെ തന്നെയാണ്. ഒരു പദത്തിന് അതുമായി ബന്ധപ്പെടുന്ന മഫൂലോ ഫായിലോ ഒക്കെ ആയിട്ട് മാറുമ്പോൾ, കർത്താവും കർമ്മമായിട്ട് മാറുമ്പോൾ അതിൻ്റെ അർത്ഥവ്യതിയാനങ്ങൾ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അതിൽ ഒന്നാണ് നിങ്ങൾ പറഞ്ഞ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലറബ നമുക്കെല്ലാവർക്കും അറിയാം, അടിച്ചു അല്ലേ? ഒരർത്ഥം അടിച്ചു എന്നാണ്. ഫദ്രിബൂ ഫൗക്കല്ലാനാക്കി തലയുടെ മുകളിൽ കഴുത്തിൻ്റെ മുകളിൽ അടിക്കാനാണ്. ഇതാ ലറബ്തും ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ അടിച്ചാൽ എന്നർത്ഥമാണോ? ലറബല്ലാഹു മസല, അള്ളാഹു തആല ഉദാഹരണം അടിച്ചു എന്നർത്ഥമാണോ? ഇതൊന്നും അല്ല. ലറബക്ക് അതുമായി ബന്ധപ്പെടുന്ന ഓരോ ഫിയലിനും അതുമായി ബന്ധപ്പെടുന്ന കർത്താവ് അല്ലെങ്കിൽ ക്രിയയുമായി ആകുമ്പോൾ അർത്ഥത്തിന് മാറ്റം വരും. അതിൽ ഒന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. റുയത്തിനെ സംബന്ധിച്ച് ഹദീസിൽ വരുന്ന നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം പദങ്ങളാണോ ഹദീസിൽ വന്നിട്ടുള്ളത്, ഈ ഹദീസിലെ പദങ്ങൾക്കെല്ലാം തന്നെ കണ്ണുകൊണ്ട് കാണുക എന്ന അർത്ഥം തന്നെയാണ്. ഉദാഹരണം, ഇന്നി റഅയ്തുൽ ഹിലാല. ഒരു സഹാബി ഒന്ന് നബി നിങ്ങളോട് പറഞ്ഞു, ഇന്നി റഅയ്തുൽ ഹിലാല. അദ്ദേഹം വെച്ചത് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണോ? അദ്ദേഹം പറയുന്ന റുയത്തിന് ബോധ്യപ്പെട്ടു എന്ന അർത്ഥം കൊടുക്കണമെന്നാണ്. ബോധ്യപ്പെട്ടു എന്നാണോ ഇന്നി റഅയ്തുൽ ഹിലാല അർത്ഥം? അല്ല. അറഅയ്തൽ ഹിലാല, നീ ഹിലാല് കണ്ടാൽ ഇങ്ങനെ പറയുക. ഇദാ റഅയ്തൽ ഹിലാല തറാ അന്നാസുൽ ഹിലാല, ജനങ്ങൾ പിറ നോക്കി. ഈ പദങ്ങൾക്കെല്ലാം അർത്ഥം താങ്കളും ഈ അർത്ഥത്തിന് റുയത്തുൽ ബസർ എന്ന അർത്ഥം തന്നെ കൊടുക്കുള്ളൂ. അല്ലാത്തൊരർത്ഥം താങ്കൾക്ക് പോലും കൊടുക്കാൻ കഴിയില്ലോ. അതുകൊണ്ട് ഫിഅലിലില്ലാത്തൊരർത്ഥം മസ്തറിന് കൊടുത്തിട്ട് മുങ്ങിപ്പോകാൻ പറ്റൂല. ഫിഅലിന് എന്ത് അർത്ഥമാണോ കൊടുക്കുക അത് തന്നെ മസ്തറിന് കൊടുക്കുക. അതുകൊണ്ട് സൂമുലു റുയത്തിഹി എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുക എന്ന് തന്നെയാണ് അർത്ഥം കൊടുക്കേണ്ടത്. അത് തന്നെയാണ് മുൻഗാമികൾ കൊടുത്തിട്ട് നമുക്ക് കാണിച്ച് തന്നിട്ടുള്ളത്. അത് തന്നെയാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവർ പറയാണ്, അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്, നബി തങ്ങൾ പിറ നോക്കിയിട്ടില്ല, നോക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല, കണക്ക് കൂട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയാറുണ്ട്. മനസ്സിലായില്ലേ? തങ്ങൾ പറഞ്ഞു, നോക്ക ഹദീസ് നോക്ക. ذكر رمضان فقال لا تصوموا حتى تروا الهلال ولا تفطروا حتى تروه فإن غم عليكم فاقدروا له رواه البخاري. മനസ്സിലായില്ലേ? ഈ ഹദീസില് ഫഖ്ദുറൂ ലഹു എന്ന് വരുന്നുണ്ട്. അപ്പോൾ മുമ്പ് പറയുന്നത് ഫഖ്ദുറൂ ലഹു എന്ന് പറയുന്നത് കണക്ക് കൂട്ടുക എന്നാണ് ഹിജ്റ കമ്മിറ്റിക്കാർ പറയുന്നത്. ചില പണ്ഡിതന്മാർ അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുമുണ്ട് ഈ ഹദീസിന്. വളരെ അപൂർവം. അയിമത്തെ സലാസ ജുംഹൂർ ഈ അഭിപ്രായം പറയുന്നില്ല. അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഫഖ്ദുറു എന്നതിന് കണക്കാക്കുമ്പോഴാണ്. മനസ്സിലായില്ലേ? കണ്ടല്ലേ? ഒമാന കൗലിഹി ഫൈൻ ഉമ്മ അലൈക്കും ഐ സുത്തുറൽ ഹിലാലു വഗുത്തിയ ബിഗൈമിൻ ഔ നഹ്വിഹി എന്നാണ് അർത്ഥം. ഫഖ്ദുറു ലഹു ഐ അബ്ലിഗൂഹു ഖദ്റഹു വഹുവ തമാമു 30 യൗമ ويؤيد هذا المعنى رواية البخاري الصحيحين فإن غم عليكم فأكملوا العدة 30. ഒരു റിവായത്ത് ഫഖ്ദുറൂ ലഹു എന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വരുന്ന റിവായത്താണ്. ബാക്കിയുള്ള റിവായത്തുകളിൽ എല്ലാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാത്രം റിവായത്താണ് ഫഖ്ദുറൂ ലഹു എന്നുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും ഫൈൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാൻ ഫഅക്മിലുൽ അദദ് പോലുള്ള റിവായത്തുകളാണ് സഹീഹിന്റെ റിവായത്തുകളിലൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫഖ്ദുറൂ ലഹു എന്നതിന് അർത്ഥം കൊടുക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ വിഷയം ഇൻ ഉമ്മ അലൈക്കും, മനസ്സിലായില്ലേ, ഇൻ ഉബിയ അലൈക്കും എന്നൊക്കെ പറഞ്ഞ ഒരേ വിഷയത്തിന് പറഞ്ഞിട്ടുള്ള പ്രതിവിധിയാണ് ശേഷം വരുന്നത്. അതിനകത്ത് അക്മിലു ഇദ്ദത ശഅബാന 30 എന്നാണ് ഒരുപാട് സഹിഹായ റിവായത്തുകൾ വരുന്നുണ്ട്. ഒന്നിൽ മാത്രം ഫഖ്ദുറൂ എന്ന് വരുന്നുണ്ട്. വേറെ റിവായത്തിൽ ഫഖ്ദുറൂ ലഹു 30 എന്നൊരു റിവായത്തും വരുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ റിവായത്തും ഫഅക്മിലുൽ ഇദ്ദത 30 എന്നും 3 നിലയിൽ റിവായത്ത് വരുന്നുണ്ട്.
കേട്ടോ, ഇബ്നു മർദാന്റെ റിവായത്ത് തന്നെയുണ്ട്. ഫൈൻ ഉഗ്മി അലൈക്കും ഫഖ്ദുറൂ ലഹു, ഫൈൻ ഉഗ്മി അലൈഹി ഫഖ്ദുറൂ ലഹു സലാസീൻ, ഫൈൻ ഉഗ്മ അലൈക്കും ഫഖ്ദുറൂ സലാസീൻ. ഇത് മൂന്ന് ഇബ്നു മർദാന്റെ റിവായത്താണ്. ഇതിലൊക്കെ സലാസീൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്നിൽ മാത്രം എന്തുകൊണ്ട് കണക്ക് കൂട്ടുക എന്ന അർത്ഥം കൊടുക്കാൻ പറ്റും? തന്നെയല്ല, കണക്ക് കൂട്ടുക എന്ന് പറയുകയാണെങ്കിൽ ഫൈൻ ഉഗ്മ അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അർത്ഥം വായിച്ചു, സുത്തുറൽ ഹിലാലു, ഹിലാല് മറക്കപ്പെട്ടു. എന്ത് മറക്കപ്പെട്ടു? ഹിലാല് മറക്കപ്പെട്ടു. ഹിലാൽ അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു വായത്തിൽ വരുന്നുണ്ട് ഇൻ ഹാല ദൂനഹു ഖയായത്തുൻ ഔ സഹാബുൻ, മേഘം കൊണ്ടോ പൊടിപടലങ്ങൾ കൊണ്ടോ മറഞ്ഞു. ദൂനഹു, കൂടുതൽ സമയം എങ്ങോട്ടാ പോവുക? ചന്ദ്രനിലേക്കാണ്. ചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ കണക്ക് കൂട്ടുന്ന വിഷയം അവിടെ പറയേണ്ട കാര്യമേ ഇല്ല. അപ്പൊ നബിതങ്ങൾ കണക്ക് കൂട്ടിയാണ് തീരുമാനിച്ചിരുന്നത് എന്ന് പറയുന്നു. അതിലൊരു ഹദീസാണ് മൂപ്പർ ഉദ്ധരിക്കുന്നത്, രസമുള്ള ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു قال آل رسول الله صلى الله عليه وسلم من نسائه شهرا فكانت انفكت رجله فأقام في مسربة. തങ്ങൾ വീടിന്റെ മുകളിൽ 29 ദിവസം കയറിയിരുന്നു. 29 ലൈല, ഭാര്യമാരോട് ചെറിയ അഭിപ്രായ വ്യത്യാസമായിട്ട്. സുമ്മനസല, 29 ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങൾ താഴെ ഇറങ്ങിയത്. ഫഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ആലൈത ഷഹറ, ഒരു മാസത്തേക്കാണല്ലോ താങ്കൾ വിട്ടു നിന്നത്, 29 ദിവസമല്ലേ ആയുള്ളൂ? കാല, തങ്ങൾ പറഞ്ഞു അഷ്ഹറു 29, ഈ മാസം 29 ഉള്ളൂ, അല്ലെങ്കിൽ മാസം 29 ഉണ്ടാകാം. ഈ ഹദീസാണ് ഹിജ്റ കമ്മിറ്റിക്കാർ കണക്ക് കൂട്ടിയാണ് നിലാവ് നിശ്ചയിക്കേണ്ടത് എന്നൊരു തെളിവാണ്. എങ്ങനെ ഇതിനകത്ത് തെളിവ്? അദ്ദേഹം പറയാറുണ്ട്, 29 ദിവസം തങ്ങൾ മസ്റൂബത്തിൽ മുകളിൽ കയറിയിരുന്നു, തങ്ങൾ നിലാവ് നോക്കാൻ പോയിട്ടില്ല. തങ്ങൾ എവിടെയാ നിലാവ് നോക്കിയത്? അപ്പൊ തങ്ങൾ കണക്കൂട്ടി കണ്ടുപിടിച്ചതാണ്. 29 ദിവസം മുകളിലായിരുന്നു. 29 പൂർത്തിയായപ്പോൾ ഇറങ്ങി വന്ന് സാപ്പാക്കൾ ചോദിച്ചു, ഒരു മാസമല്ലേ 29 ആയുള്ളൂ, ഒരു മാസം 29 ഉള്ളൂ, 29. എത്ര അബദ്ധജടിലമായ ഒരു വിവരണമാണിത്. നബിതങ്ങൾ ഭാര്യമാരോടാണ് അല്പം ദിവസം വിട്ടുനിന്നത്. തങ്ങൾ മദീനയുടെ ഭരണാധികാരിയാണ്, 5 വക്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന തങ്ങളാണ്, ഉഫൂദുകളെ സ്വീകരിക്കുന്ന തങ്ങളാണ്. ബാക്കി മദീനയുടെ മുഴുവൻ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മസ്ഊദ് നബവിയിലൂടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി, ഈ പ്രപഞ്ച ദൃശ്യങ്ങളിൽ നിന്ന് വിട്ടുമാറി തങ്ങൾ മോളിൽ കയറിയിരുന്നു എന്ന് അർത്ഥം കൊടുത്താൽ എത്ര വലിയ അബദ്ധജടിലമായ അർത്ഥം. തങ്ങൾ പള്ളിയിൽ തന്നെ ഉണ്ടായി, സഹാബാക്കളോട് കൂടെ വരുന്നവരെ ഉഫൂദുകളുടെയും വരുന്നവരെ സ്വീകരിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും തങ്ങളെ എൽമു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് മദീനയിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. മോളിൽ കയറിയെന്ന് പറഞ്ഞാൽ 29 ദിവസം മോളിൽ കയറിയെന്ന് അദ്ദേഹം വിചാരിച്ചു. എത്ര വലിയ അബദ്ധമാണ്. മനസ്സിലായില്ലേ? ഇനി വേറൊരു തെളിവ് സമർപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെയാണ് പറയുക. ഇതാ മലാമിൻ ഷാബാന 29 യൗമൻ, ഷാബാൻ 29 കഴിഞ്ഞാൽ യബാസു മയ്യന്തുർ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോക്കാൻ വേണ്ടി ആളയക്കുമായിരുന്നു, നിലാവ് നോക്കാൻ. നബിതങ്ങൾ നിലാവ് നോക്കാറില്ല, സഹാബാക്കൾ നിലാവ് നോക്കാറില്ല എന്ന് പറഞ്ഞാണ്. ബാസ യബാസു മയ്യന്തുറു, നിലാവ് നോക്കാൻ സഹാബാക്കൾ അയക്കുമായിരുന്നു. ഫൈദാ റഅ, നിലാവ് കണ്ടാൽ ഫദാക, അങ്ങനെ തീരുമാനിക്കും. കണ്ടില്ലെങ്കിൽ വലം യഹുൽ ദൂന മല്ലരിഹി സഹാബു വലാ ഖതർ അസ്ബഹ മുഫ്തറ, മേഘാവൃതമായിരുന്നില്ലെങ്കിൽ തെളിവായിരുന്നുവെങ്കിൽ നോമ്പ് പിടിക്കും. വൈന ഹാറ് ദൂനോ മല്ലരിഹി സഹാബുനു ഖതർ അസ്ബഹ സായി, നോമ്പ് പിടിക്കുകയായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 29 മേഘം ഉണ്ടായിരുന്നു, മറ ഉണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്തു? നോമ്പുകാരനാകുകയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് വളരെ കാര്യമായ നിലയിൽ ഉദ്ധരിക്കാറുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഒരു സഹാബിയുടെ കൗലും അമലുമാണ്. കൗലു സഹാബി ഇദാ ഖാലഫ നസൻ യുറദ്ദു, ഒരു തത്വമാണ്. കൗലു സഹാബി ഇദാ ഖാലഫ നസൻ യുറദ്ദു ലിഅന്നഹു ഇജ്തിഹാദുൻ മിൻഹു, അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട ഇജ്തിഹാദാണ്. മുഴുവൻ ഉമ്മത്തിന്റെ ജുംഹൂറുൽ ജമാഹിറും അതിന് ഖിലാഫായിട്ട് അമൽ ചെയ്യും. യൗമു ശക്കിൽ നോമ്പ് വെക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. മൻ സാമ യൗമൻ യുശക്കു ഫീഹി ഫഖദ് അസ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആര് ശക്കിന്റെ ദിവസം നോമ്പ് പിടിച്ചാൽ അവൻ നബിതങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചു എന്ന് വ്യക്തമായി സഹിഹായ റിവായത്തിൽ വരുന്നുണ്ട്. ഇത് യൗമൻ യുശക്കു ഫീഹി ആണ്. അപ്പൊ അദ്ദേഹം നോമ്പ് പിടിച്ചു എന്നുള്ളത് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ മാത്രം ഇജ്തിഹാദാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതിൽ മാത്രമല്ല വേറെ പല കാര്യത്തിലും ഇൻഫറാദിയായ മസ്ലക്കുകൾ ഉള്ള ആളാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒറ്റപ്പെട്ട ഫുഖാകളിൽ നിന്നും ജുംഹൂറിൽ നിന്നും മാറിയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരെണ്ണം ഉദാഹരണം എടുക്കാം. കാന യുഹർരിമു നിക്കാഹൽ കിതാബിയാത്തി,
ഇബ്നു മർദാന്റെ അഭിപ്രായമാണ് കിതാബിയാത്തുകളായ സ്ത്രീകളെ നസ്രാനിയത്തുകളെ വിവാഹം ചെയ്യൽ പാടില്ല, ഹറാമാണ് എന്ന് ഇബ്നു മർദാന്റെ അഭിപ്രായം. നസ്സുണ്ട്, കിതാബ് ഖുർആന്റെ നസ്സാണ്, മനസ്സിലായില്ലേ? അൽ കിതാബ് വിവാഹം ചെയ്യാൻ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു നസ്രാനിയത്തായ പെണ്ണ് അവൾ പറയും, അദ്ദേഹം ന്യായമാണ്, അദ്ദേഹം പറയാണ് ഒരു നസ്രാനിയത്തായ പെണ്ണ് ഈസ ഇലാഹാണെന്നും ഈസ റബ്ബാണെന്ന് പറയുന്നു. ഇതിനേക്കാൾ വലിയ ശിർക്ക് എന്താണ്? ഈസ റബ്ബാണ്, ഈസ ഇലാഹാണെന്ന് പറയുന്ന ഒരു പെണ്ണ്, ഒരുത്തി, അവൾ മുശ്രിക്കല്ലാതെ പിന്നെന്താണ്? ലാ തൻകിഹുൽ മുശ്രിക്കാത്ത് എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് അതിൽ പെടുത്തേണ്ടത് എന്ന് ഇബ്നു മർദാന്റെ അഭിപ്രായം. ഒറ്റപ്പെട്ട അഭിപ്രായം ഇതുപോലെ ഒരുപാടുള്ള ആളാണ് ഇബ്നു മർദാൻ. അതുകൊണ്ട് ഈ അഭിപ്രായം ആരും സ്വീകരിക്കുന്നില്ലല്ലോ. ഇത് ജംഹൂർ പറയുന്ന കിതാബിന് വിവാഹം ചെയ്യാന്നല്ലേ എന്നുള്ള അഭിപ്രായം. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് ഉണ്ടാവും, ആലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇൻഫ്രാദിയായ അഭിപ്രായങ്ങളും അമലും ഉള്ള ആളാണ് ഇബ്നു മർദാൻ. അദ്ദേഹം ഒരു നോമ്പ് പിടിച്ചെങ്കിൽ അതിനെ എല്ലാവർക്കും പിൻപറ്റാൻ ജംഹൂർ അതിനെ പിൻപറ്റിയിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെ അത് ഇത്തിബായ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളതിനും മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ആദത്തിന്റെ ദിവസം അന്ന് വന്നാൽ, ഉദാഹരണമായിട്ട് തിങ്കളാഴ്ചയാണ്, വ്യാഴാഴ്ചയാണ്, അല്ലെ അതുപോലുള്ള ദിവസം വന്നാൽ നോമ്പ് വെക്കാൻ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. സാലെ ഇബ്നു മർദാൻ പറയുന്നുണ്ട്, വഖാല ഇബ്നു ഉമർ അയ്ദൻ ലൗ സുംതു സനത വർഷം മുഴുവനും നോമ്പ് പിടിച്ചാലും ലാ അസുമു ഹാദൽ യൗമ, ഈ ശക്കിന്റെ ദിവസം ഞാൻ നോമ്പ് പിടിക്കില്ല എന്ന് അദ്ദേഹം ശരൽ മുഹമ്മദ് അലി ഭാരത് നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ നക്കൽ ചെയ്യപ്പെടുന്നുണ്ട്. വർഷം മുഴുവൻ നോമ്പ് പിടിച്ചാലും ശരി, ലാ അസുമു ഹാദൽ യൗം, ഈ ദിവസം ഒന്നും പിടിക്കില്ല എന്ന് ഇബ്നു മർദാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആദത്തിൻ്റെ പേരിലോ മറ്റാണ് അന്ന് നോമ്പ് പിടിച്ചത്, അല്ലാതെ ഷക്കിൻ്റെ ദിവസം നോമ്പ് പിടിച്ചതല്ല എന്നാണ്. തന്നെയല്ല, ഈ മണിക്ഫാന്റെ അഭിപ്രായ പ്രകാരം, ഹിജ്റ കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരം യൗമുഷക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. എങ്ങനെ ഉണ്ടാകുക? കണക്കൂട്ടി 1000 വർഷം അപ്പുറത്തുള്ള നോമ്പും പെരുന്നാളും നമുക്ക് ഇപ്പം തന്നെ അവിടെ തീരുമാനിക്കാൻ പറ്റും. അപ്പൊ യൗമുഷക്ക് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥ തന്നെയല്ലോ സഹിയായ റിവായത്തിൽ വരുന്നില്ല യൗമുഷക്കിനെ കുറിച്ച്. ഒന്നും സാധനം ഉണ്ടാവൂല. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഹിജ്റ കമ്മിറ്റിക്കാർ പറയുന്നത്, നമുക്ക് നിലാവ് കാണുന്നതിന് 1-ാം പിറ കാണാൻ പറ്റൂല മിക്കവാറും. അപ്പൊ നിലാവ് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നോമ്പ് പിടിക്കണമെങ്കിൽ നിലാവ് നോക്കാൻ നിന്നാൽ പറ്റൂല, കണക്കൂട്ടി തന്നെ കണ്ടുപിടിക്കണമെന്നാണ്. മനസ്സിലായില്ലേ? ശാസ്ത്രീയമായി നോക്കുമ്പോൾ എന്താണ്, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. 2-ാം പിറ മുതലേ കാണാൻ പറ്റുള്ളൂ എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൃത്യമായി കിട്ടണമെങ്കിൽ എന്ത് വേണം? കണക്ക് തന്നെ വേണമെന്നാണ്. മനസ്സിലായില്ലേ? വാസ്തവത്തിൽ ഈ പറയുന്നതിൽ എന്താ അർത്ഥമുണ്ടെന്ന് നോക്കാം. ചുരുക്കമാണ്, സമയം കൂടുതലായിട്ടുണ്ട്, ചുരുക്കി പറയാം. സൂര്യനും ചന്ദ്രനും തമ്മിൽ ഒരു നേർരേഖയിൽ വരുമ്പോഴാണ് മഹാക്ക് എന്ന് പറയാൻ പാടുള്ളത്, കറുത്തവാകും അല്ലേ? സൂര്യനപ്പുറത്തും അതിനിപ്പുറത്ത് ചന്ദ്രൻ. അപ്പൊ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം മുഴുവനും സൂര്യന്റെ ഭാഗത്തായിരിക്കും. നമുക്ക് പ്രകാശം കാണാൻ പറ്റില്ല, കാരണം സൂര്യമുഖത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പൊ പ്രകാശിത അർത്ഥം, പ്രകാശിത പകുതി അപ്പുറത്തായിരിക്കും. സൂര്യന്റെ പ്രകാശം തട്ടിയിട്ടാണല്ലോ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുന്നത്. ഇതിനാണ് നമ്മൾ മഹാക്ക് എന്ന് പറയുന്നത്, കറുത്തവാവെന്ന് പറയുന്നത്. കറുത്തവാവിന് ശേഷം സൂര്യനും ചന്ദ്രനും തമ്മിൽ അകലും. ചന്ദ്രൻ സൂര്യനിൽ നിന്ന് മുകളിലേക്ക് വരും. ഒരു ദിവസം 12.5 ഡിഗ്രിയാണ് സൂര്യനിൽ നിന്നും ചന്ദ്രൻ അകന്നു പോകുന്നത്. അതായത് 50 മിനിറ്റ്, 12.5 ഡിഗ്രി ഒരു ദിവസം, 24 മണിക്കൂർ കൊണ്ട്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്ന കഞ്ചക്ഷൻ, അതായത് ഈ മഹാക്കുണ്ടായതിനു ശേഷം സൂര്യൻ ആ മഹാക്കുണ്ടായ അപ്പം തന്നെ സൂര്യൻ ഉടനെ തന്നെ അസ്തമിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ചന്ദ്രനും അസ്തമിക്കും. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്താണല്ലോ നിൽക്കുന്നത്. ആ ഭൂമി ഇങ്ങോട്ട് കറങ്ങുമ്പോഴാണല്ലോ സൂര്യാസ്തമയം ഉണ്ടാകുന്നത്. ഭൂമി കിഴക്കോട്ട് കറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചന്ദ്രനും അസ്തമിച്ചു പോകും. അപ്പം നമുക്ക് കാണാൻ പറ്റൂല. അത് കഴിഞ്ഞ് ഒരു 24 മണിക്കൂറത്തെ അകലമാണ് 12 ഡിഗ്രി. അതിൽ 8 ഡിഗ്രിയെങ്കിലും സൂര്യനും ചന്ദ്രനും തമ്മിൽ അകലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നഗ്ന നേത്രങ്ങളെ കൊണ്ട്. ഇതാണ് തത്വം. ഇതെല്ലാ ആസ്ട്രോണമിസ്റ്റുകളും അംഗീകരിക്കുന്ന ഒരു തത്വമാണ്. ഹിജ്റ കമ്മിറ്റിക്കാർ പറയുന്നത് അവിടെ മുതൽ, അതായത് സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെ നേർരേഖയിൽ വന്നാൽ, എന്നിട്ട് സൂര്യൻ ചന്ദ്രൻ അല്പം ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവിടെ മുതൽ 1-ാം തീയതി ആയിട്ട് തീരുമാനിക്കും. കാണുമൊന്നും വേണ്ട, അത് മുതൽ 1-ാം തീയതി ആകണമെന്നാണ്. ഇത് ശരിക്കും ജൂതന്മാരുടെ സിസ്റ്റമാണ്. ജൂതന്മാരുടെ ജാവിഷ് കലണ്ടർ എന്ന് പറയുന്ന ഒരു കലണ്ടർ ഉണ്ടായിരുന്നു.
മനസ്സിലായില്ലേ? ഹില്ലൻ എന്ന് പറയുന്ന ഒരു ജൂതൻ മൂസാ അലി ഇസ്ലാമിന്റെ കാലത്തിന് ശേഷം ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റമാണിത്. മൂസാ അലി ഇസ്ലാമിന്റെ, മീസാ അലി ഇസ്ലാമിന്റെ ഒക്കെ കാലത്ത് ശരിക്കും ചന്ദ്ര കലണ്ടർ അനുസരിച്ച് ഹിലാല് നോക്കി തന്നെയാണ് അവർ കർമ്മകാര്യങ്ങൾ, ഇബാദത്ത് കാര്യങ്ങൾ ഇത് ചെയ്തിരുന്നത് എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അതിന്റെ വാചകങ്ങളൊക്കെ കയ്യിലുണ്ട്, പറയാൻ സമയമില്ല. അപ്പോൾ അതിനുശേഷം ഈ ഹില്ലൻ എന്ന് പറയുന്ന ഒരു ജൂതനാണ് ഈ മഹാക്ക് മുതൽ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2 ന്യൂ മൂണുണ്ട്. ആസ്ട്രോണമിക്കൽ ന്യൂ മൂൺ, വിസിബിൾ ന്യൂ മൂൺ, രണ്ടെണ്ണമുണ്ട്. ആസ്ട്രോണമിക്കൽ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ മഹാക്കാണ്, കറുത്തവാവ്. കറുത്തവാവിൻ്റെ പിറ്റേ ദിവസം പോലെ എന്താണ് പിറ്റേ 1-ാം തീയതി ആരംഭിക്കുന്നതാണ്. മനസ്സിലായില്ലേ? വിസിബിൾ ന്യൂ മൂൺ നമുക്ക് കാണാൻ പറ്റുന്ന ന്യൂ മൂൺ. എസ്അലൂനകാനിൽ അഹില്ല എന്ന് പറയുന്നത് ആ വിസിബിൾ ന്യൂ മൂണാണ്. നമുക്ക് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്ന ഹിലാലിനെ കുറിച്ച് സഹാബാക്കൾ ചോദിച്ചത്, മഹാക്കിനെ കുറിച്ചല്ല. ന്യൂ മൂൺ എന്ന് കേട്ടപ്പോൾ ഈ ആരൊക്കെ വിചാരിച്ചു എന്താണ് ഈ ആസ്ട്രോണമിക്കൽ ന്യൂ മൂണാണ്, അതിൻ്റെ അത് ഉണ്ടായാൽ പിറ്റേ ദിവസം ഒന്നാണെന്ന് വിചാരിച്ച് അങ്ങനെ പറയുന്ന ആളുകളാണ്. വാസ്തവത്തിൽ 8 ഡിഗ്രി അകലം ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. 8 ഡിഗ്രിക്ക് മുമ്പാണ്, അതായത് സൂര്യൻ അസ്തമിക്കുന്നെങ്കിൽ, അതായത് ചന്ദ്രനും സൂര്യനും തമ്മിൽ 8 ഡിഗ്രി അകലുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോയാൽ കാണാൻ പറ്റില്ല. കൂടി ചേർത്തൊരു കാര്യം കൂടെ പറയാം, സമയം വളരെ പരിമിതമാണ്. ഇന്നിപ്പോൾ ഇത്തവണ നോമ്പ് പ്രഖ്യാപിച്ചത് സൗദിയിൽ പല രാഷ്ട്രങ്ങളും അംഗീകരിച്ചിട്ടില്ല. അവർ അംഗീകരിക്കുന്ന ഈജിപ്റ്റ്, സിറിയ പോലുള്ള രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഇത് അംഗീകരിച്ചിട്ടില്ല. കാരണം സൗദിയിലും വളരെ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമേ ചന്ദ്രൻ ഇത്തവണ ഉണ്ടായിരുന്നുള്ളൂ. അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് മാത്രമല്ല, ബൈനോക്കുലർ കൊണ്ടും ടെലസ്കോപ്പ് കൊണ്ടും പോലും കാണാൻ പറ്റുന്ന അവസ്ഥയിൽ ആയിരുന്നില്ല. ഫിർബി എന്നിട്ടും അവർ തീരുമാനിക്കുകയാണ് ഇത്തവണ ചെയ്തത്. അവരൊരു അവിടുത്തെ കലണ്ടർ ഉണ്ടാക്കി, ഉമ്മുൽ ഖുറ കലണ്ടർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണെന്ന് നമ്മളല്ല, മറ്റ് അറേബ്യൻ നാടുകളിലെ ഉലമാക്കൾ അതിനെ വിമർശിച്ചിട്ടുണ്ട്. പല ആളുകളും അതിന് സ്വീകരിച്ചിട്ടില്ല. അവിടെ കണ്ടാൽ ഈജിപ്തിലൊക്കെ സ്വീകരിക്കുന്നതാണ്, ഇത്തവണ അവരാരും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ 8 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ കാണാൻ പറ്റൂല. 8 ഡിഗ്രികൾ കുറവാണെങ്കിൽ നബിതങ്ങളും കാണൂലല്ലോ, സഹാബാക്കളും കാണൂലല്ലോ. അവരും കാണാത്തോണ്ട് പിറ്റേ ദിവസമല്ലോ നോമ്പ് പിടിച്ചിട്ടുണ്ടാവുള്ളൂ, മാസം ആരംഭിച്ചിട്ടുണ്ടാവുള്ളൂ. അതുപോലെയാണ് നമ്മൾ പിടിക്കുക. അലിമണിഫാനും ഹിജ്റ കമ്മിറ്റിയും ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന നബിതങ്ങളും സഹാബത്തും ചെയ്തതിനേക്കാൾ ഒരു ദിവസം മുമ്പ് അവർ നോമ്പ് തുടങ്ങുന്നു, ഒരു ദിവസം മുമ്പ് പെരുന്നാൾ ആചരിക്കുന്നു എന്ന ദുരവസ്ഥയിലേക്ക് വാസ്തവത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഹറാമ് ഹലാലാകുകയും ഹലാല് ഹറാമാകുകയും ചെയ്യുന്ന ഒരു ഭീമമായ ദുരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസ്ഥയുണ്ട്. കണക്കൂട്ടി തീരുമാനിക്കണമെന്നത് വാസ്തവത്തിൽ ഈ 2 രീതി മാത്രം നബികൾ പഠിപ്പിച്ചിട്ടുള്ളൂ. 29 അല്ലെങ്കിൽ 30 പൂർത്തിയാക്കിയിട്ട് നോമ്പ് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ 2 ഡേറ്റായി പോകുമല്ലോ എന്നൊരു സംശയം. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏകീകരണത്തിന് വേണ്ടിയുള്ള ഒരു മാനദണ്ഡമാണല്ലോ. അപ്പോൾ അതിനകത്ത് 2 ഡേറ്റായി പോകുമല്ലോ. സൗദിയിൽ 1, ഇവിടെ സൗദിയിൽ റമദാൻ 1 ചൊവ്വാഴ്ച, ഇവിടെ ബുധനാഴ്ച, ബോംബെയിൽ ഇങ്ങനെയൊക്കെ വരുമല്ലോ എന്ന് ഒരു ആരോപണം, ആക്ഷേപം പറയാറുണ്ട്. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? അതൊരു ഈ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ലേ അത്. വാസ്തവത്തിൽ ഭൂമി ഉരുണ്ടതാണ്. നോക്കുക, ഉദാഹരണത്തിന് 1969 ജൂലൈ മാസത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നാണ് കണക്ക്. ഇത് അമേരിക്കൻ സമയം അനുസരിച്ച് ജൂലൈ 20 വൈകുന്നേരം 4:18 സംഭവിച്ചത്. അമേരിക്കക്കാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതുക. എപ്പോഴാണ്? ജൂലൈ 20 വൈകുന്നേരം 4:18. ഇന്ത്യൻ സമയം അനുസരിച്ച് ജൂലൈ 21 പുലർച്ചെ 1:48. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്ന പുസ്തകത്തിലുള്ളതും ഒക്കെ അത് തന്നെയാണ്. 2 ഡേറ്റ് ആയില്ലേ? 2 പ്രാവശ്യം ഇറങ്ങിയ മൂപ്പര്, ഒറ്റ പ്രാവശ്യം ഇറങ്ങിയുള്ളൂ. ഒരു സംഭവം തന്നെയാണ് അത്. അമേരിക്കയിലെ ഒരു ഡേറ്റ്, ഇന്ത്യയിലെ ഒരു ഡേറ്റ്. ഒരു സംഭവം ഉണ്ടാകുന്നത് 2 ഡേറ്റ് ആയിട്ട് 2 സ്ഥലങ്ങളിൽ വരിക എന്നുള്ളത് ഭൂമി ഉരുണ്ടതായതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. അത് പെരുന്നാളിൻ്റെ കാര്യത്തിൽ മാത്രം അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇത് മറ്റൊരു കാര്യം കൂടെ പറയാം. സൂര്യൻ ഇങ്ങനെ ഡേറ്റ് ലൈനെ കുറിച്ച് പറഞ്ഞല്ലോ. ഡേറ്റ് ലൈനിൻ്റെ മുകളിൽ സൂര്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഡേറ്റ് ലൈനിൻ്റെ അപ്പുറത്ത്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അപ്പുറത്തുള്ളവർക്ക് ശനിയാഴ്ചയും ഇപ്പുറത്തുള്ളവർക്ക് ഞായറാഴ്ചയാണ്. ഒരേ സമയം സൂര്യൻ ഡേറ്റ് ലൈനിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് ശനിയും കിഴക്ക് ഭാഗത്തുള്ള ഞായറുമാണ്. അവിടെ 1-ാം തീയതി, ഇവിടെ 2-ാം തീയതി. എന്ത് മറുപടി പറയുന്നത്? ഒറ്റ മറുപടി ഉള്ളൂ. ഈ പ്രതിഭാസം ഭൂമിയിൽ അനുഭവപ്പെടുന്നത്
ഭൂമി ഉരുണ്ടതാണ് എന്നതുകൊണ്ടാണ്. അതെല്ലാത്തിലും ഉണ്ടാകും. പെരുന്നാളിന് വരുമ്പോൾ മാത്രം അതിൻ്റെ പേരിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, എല്ലാത്തിലും ഉണ്ടാകുന്നത് തന്നെയാണ്. രസകരമായ ഒരു കാര്യം കൂടെ അതിനോട് പറയാം. ഇത് 2 ഡേറ്റ് ആകണ മാത്രമല്ല, രസകരമായ ഒരു ഉദാഹരണം. 2005 ജനുവരി 1 പുലർച്ചെ 1 മണിക്ക് ഫ്ലൈറ്റ് നമ്പർ 880 ചൈനയിലെ ഹോങ്കോങ്ങിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഈ വിമാനം പസഫിക്കിൻ്റെ മുകളിലൂടെ കിഴക്കോട്ട് 12 മണിക്കൂർ പറന്ന് 2024 ഡിസംബർ 31 രാത്രി 8:30 അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ ലാൻഡ് ചെയ്തു. തുടങ്ങിയതെപ്പോഴാ? 2025 ജനുവരി 1 ലാൻഡ് ചെയ്തത് 2024 ഡിസംബർ 31 രാത്രി 8:30. ഇതാണ് ഭൂമി ഉരുണ്ടതിൻ്റെ പ്രതിഭാസം. അതുകൊണ്ട് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ 2, 3 പെരുന്നാളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരവസ്ഥ തന്നെയാണ്. മാത്രമല്ല, ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പോലും 2 ദിവസം പെരുന്നാൾ, 2 ഡേറ്റ് ആകുന്ന അവസ്ഥ മക്കത്തും മദീനത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അല്ലാന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല. ഒരു കണക്ക് നോക്കിക്കോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഅ് വെള്ളിയാഴ്ച ആയിരുന്നു, അല്ലേ? ഹജ്ജത്തുൽ വിദാഅ് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു. ദുൽഹജ്ജ് 9 ഹജ്ജത്തുൽ വിദാഅ്, ആർക്കും തർക്കമില്ല. പിന്നീട് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ദുൽഹജ്ജ് 12 തിങ്കളാഴ്ച ആയിരുന്നു. ഈ കാര്യത്തിൽ തർക്കമില്ല, വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആരും തർക്കം ഉന്നയിക്കാത്ത വിഷയമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ചയും നബിതങ്ങൾ വഫാത്തായത് അതിന് ശേഷമുള്ള റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയും ആകണമെങ്കിൽ ഒരേ ഒരു കണക്ക് പ്രകാരം പറ്റുള്ളൂ. മദീനയിൽ ഒരു ഡേറ്റ് ആയിരുന്നു, മക്കയിൽ വേറൊരു ഡേറ്റ് ആയിരുന്നു. ഈ ഒരൊറ്റ സങ്കല്പ പ്രകാരം പറ്റുള്ളൂ. നോക്കിക്കോളൂ നിങ്ങൾ. ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ച. അപ്പോൾ വെള്ളിക്ക് വെള്ളി 8, പിന്നെ അല്ല, ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ച അല്ലേ? അപ്പോൾ വെള്ളിക്ക് വെള്ളി 29 അല്ലേ? അല്ല, വെള്ളിക്ക് വെള്ളി 29 അല്ല. അപ്പൊ അതനുസരിച്ച് മുഹറം 1 ശനിയാഴ്ച വരിക. മുഹറം 1 ശനിയാഴ്ച വരും. 30 കൂട്ടിയിട്ടാണ്, അല്ലേ? വെള്ളിക്ക് വെള്ളി 28 നല്ല കൂട്ടുക. 28 29. ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ ദുൽഹജ്ജ് 1 എന്നായിരിക്കും. അത് കൂട്ടിയാൽ കണക്ക് ശരിയാവുള്ളൂ. ഇവിടെ ഇല്ല. വെള്ളിയാഴ്ച ആവില്ലല്ലോ. വെള്ളിയാഴ്ച 9 അല്ലേ? അതെ. അപ്പോൾ വ്യാഴത്തിന് വ്യാഴം 29, വെള്ളി 30. അതെ, വ്യാഴം 1 തീയതിയാണ്. വ്യാഴത്തിന് വ്യാഴം 29, വെള്ളി 30, ശനി 1, മുഹറം 1. ഇനി മുഹറം ശനിയാഴ്ച, ശനിക്ക് ശനി 29, ഞായർ 30, സഫർ തിങ്കൾ 1. തിങ്കൾക്ക് തിങ്കൾ 29, ചൊവ്വ 30, ബുധൻ 1, റബീഉൽ അവ്വൽ 1. ബുധനാഴ്ച റബീഉൽ അവ്വൽ 1 ആണെങ്കിൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. റബീഉൽ അവ്വൽ 12 ഞായർ ആകേണ്ടി വരും. ഇതെപ്പോഴാണ്? എല്ലാ മാസവും നമ്മൾ 30 കൂട്ടുമ്പോഴാണ്. എല്ലാ മാസവും 30 കൂട്ടിയാലാണ് ഞായറാഴ്ചയിൽ പോയി നിൽക്കുക. ഏതെങ്കിലും ഒരു മാസം 29 ആണെങ്കിൽ ശനിയാഴ്ച വരും. ഏതെങ്കിലും 2 മാസം 29 ആണെങ്കിൽ വെള്ളിയാഴ്ച വരും. എല്ലാ മാസവും 30 കൂട്ടുമ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു? റബീഉൽ അവ്വൽ 12 ഞായറാഴ്ചയിൽ വന്ന് നിൽക്കുന്നു. അപ്പം ഞായറാഴ്ച റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച തങ്ങൾ വഫാത്താകണമെങ്കിൽ ഒരൊറ്റ ഡേറ്റ് കൃത്യമാകണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. മദീനയിൽ ഒരു ഡേറ്റ് ആയിരുന്നു, മക്കത്തൊരു ഡേറ്റ്. ഒരു സങ്കല്പം ഇതിനകത്ത് പറ്റില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇഖ്തിലാഫുൽ മുത്താലിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റിയില്ല, സമയം പരിമിതമാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇഖ്തിലാഫ് മുത്താലി ഉണ്ടോ ഇല്ല?
ഇല്ല വാസ്തവത്തിൽ. കാരണം മത്തലവിൻ്റെ ഇഖ്തിലാഫ് വരണമെങ്കിൽ ഉദയോ അസ്തമയവും തമ്മിൽ എന്താണ് ഏറ്റവും കുറഞ്ഞത് 32 മിനിറ്റിൻ്റെ വ്യത്യാസം. അതായത് തിരുവനന്തപുരത്ത് ഉദയം ഉണ്ടായി, 32 മിനിറ്റിനകം കാസർഗോഡ് ഉദയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസ്തമയം ഉണ്ടായി 32 മിനിറ്റിനകം കാസർഗോഡ് അസ്തമയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പ്രദേശങ്ങൾ തമ്മിൽ ഇഖ്തിലാഫില്ല എന്നാണ്. ഖുറൈബ് റളിയല്ലാഹുവിൻ്റെ ഹദീസൊക്കെ അതിന് വ്യക്തമായി തെളിവാണ്. തഹദീദു ഇഖ്തിലാഫി മുത്താലി വ ഇത്തിഹാദി. അബു ഇദാ കാന ബൈന ഖുറൂബൈ ശംസി ബി ബലദൈനി ഖദറു സമാനി ദറജ, ഒരു രണ്ട് സ്ഥലത്തെ ഉറൂബ് ഷംസുകൾക്കിടയിൽ 8 ദർജയുടെ വ്യത്യാസമുണ്ടെങ്കിൽ ഫഅഖല്ലു ഫമത്ലഉഹുമ മുത്തഫിഖുൻ, രണ്ട് നാടിൻ്റെയും മത്ല മുത്തഫിഖാണ്. ബിനിസ്ബത്തി ലിറുയത്തിൽ അഹില്ലത്തി വഇൻ കാന അക്സറു വലൗ ഫി ബഅദിൽ ഫുസൂലി ഫമുഖ്തലിഫ് ഔ മഷ്കൂക്കുൻ ഫീഹി ഫഹുവ കൽമുഖ്തലിഫി കമാ നസഅലഹി അന്നവവി. നമ്മുടെ ഇവിടെ ആകെ ഇപ്പം നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ, കണക്കിവിടെ വിശദീകരിക്കാൻ സമയമില്ല, നമ്മുടെ നാടിൽ ആകെ വരുന്നത് 17 മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ്. തെക്കും വടക്കും തമ്മിൽ വ്യത്യാസം വരുന്നത് മാക്സിമം വരുന്നത്, അല്ല പ്രത്യേകിച്ച് 18ാമത്തെ മിനിറ്റ് വരില്ല. 32 മിനിറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ നാടിൻ്റെ എന്താണ് നാട് മുത്തലി ആണ്, മുത്തഫിക്കാണ് അതിൻ്റെ മത്തല എന്നാണ്. ഏറ്റവും കൂടിയത് 32 മിനിറ്റ് വരെ ഉദയാസ്തമയ സമയങ്ങൾ വ്യത്യാസമുള്ള സ്ഥലങ്ങളെ ഒരേ മത്തലയിലായി പരിഗണിക്കാവുന്നതാണ്. കേരളത്തിൽ വടക്കേറ്റത്തുള്ള കാസർഗോഡും തെക്കേറ്റത്തുള്ള തിരുവനന്തപുരം തമ്മിൽ ഏറ്റവും കൂടിയത് 17 മിനിറ്റ് വ്യത്യാസം മാത്രമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും സത്യം മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അഹ്ലുൽ ഹഖിൽ ഉൾപ്പെടുത്തി അല്ലാഹു തആല നമ്മളെ എല്ലാവരും